ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് ശുഭാപ്തി മോർണിംഗ്. വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഓപ്പൺ ഡേ സെഷനാണ്. നിങ്ങളുടെ ഓപ്പൺ ഡേ സെഷനാണ്. നിങ്ങളുടെ സംശയങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ തന്നെ നിങ്ങൾ ജേർണി ടു ഹാപ്പിനെസ് മുഴുവൻ ഫുൾ കോഴ്സിലുള്ളവരും, ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലുള്ളവരും, 10 ഡേയ്സ് മിറാക്കിൾ ക്ലാസ്സിലുള്ളവരും, 7 ഡേയ്സ് 7 ടെക്നിക്സ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ഉള്ളവരും, മണി മാനിഫെസ്റ്റേഷൻ ഉള്ളവരും, ബാക്കി കുറെ കോഴ്സുകളുണ്ട്. അതൊന്നും ഇപ്പൊ സെല് ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ അതിന് ആൾക്കാരില്ല. അതുകൊണ്ട് സെല് ചെയ്യാൻ ഞാൻ ഇവരെപ്പോഴും അഡ്മിൻ പറയും, നിങ്ങൾ എന്തേ ആ കോഴ്സിനെ പറ്റി പറയാത്തത്? പക്ഷെ ഇതെല്ലാം കൂടി ഞാൻ എപ്പോഴേ പറയണേ, 25ഓളം കോഴ്സുകളുണ്ട് നമ്മളെ ആപ്പിനകത്ത്. ഇതെല്ലാം കൂടി പറയാനായിട്ട് ഞാൻ ഒരു ക്ലാസ് വേറെ തന്നെ വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയാറില്ല. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയ കോഴ്സ് ഉണ്ട്. പക്ഷെ അതും തീരെ ആർക്കും പ്രൊമോട്ട് ചെയ്തില്ല. 7 ടെക്നിക് ഓഫ് സക്സസ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതും ആരോടും പറയാറില്ല പൊതുവെ. ഹിപ്നോസിസ് അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതും പൊതുവെ പറയാറില്ല. ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. പക്ഷെ അത് കുറച്ച് ഹൈ ആയതുകൊണ്ട് അത്യാവശ്യം വേണ്ടവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ്. മറ്റൊരു എന്താ പറയാ, വല്ലാത്ത വഴിമുട്ടി നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാതെ മാനസികവും ശാരീരികവുമായ വിഷയങ്ങളിലൊക്കെ കടന്നു പോകുന്നത് ഹീൽ ചെയ്യുന്ന ക്ലാസ് ആണ്. അത് ഉണ്ട്. അതിലുണ്ട് കുറച്ച് സ്റ്റുഡൻസ്. അവരൊന്നും പിന്നെ ഇങ്ങോട്ട് വരില്ല. പിന്നെ അതുപോലെ തന്നെ സോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്. അതും വളരെ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്നത്. പിന്നെ എന്റെ 1-to-1 സെഷൻസ് ഉണ്ട്. അതുകൂടാതെ മെന്റർഷിപ്പ്, ബിസിനസ് മെന്റർഷിപ്പ് ഉണ്ട്, പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്, ബിസിനസ് ക്ലാസ്സിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ 25ഓളം റണ്ണിങ് ക്ലാസ്സുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിലൊക്കെ നിങ്ങൾ കുറച്ച് 4-5 കൊല്ലാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരെ, കാരണം സാധാരണക്കാരെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് ക്ലാസ് വേറെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോ പറഞ്ഞു വന്നത്, കാര്യം ഇത്രയേ ഉള്ളൂ. ചോദ്യങ്ങളാണ് നമ്മളെ എപ്പോഴും ജീവിതത്തിന്റെ അടുത്ത തലങ്ങളിൽ ഉയർത്തുന്നത് എന്നുള്ളതാണ്. പടികൾ ചവിട്ടിക്കയറാൻ നല്ല സുഖമാണ്. അല്ലെങ്കിൽ പടികൾ ചവിട്ടിക്കയറാൻ എല്ലാവർക്കും സുഖമാണ്. പടി ഉണ്ടാക്കുന്ന പ്രക്രിയ ചെയ്യുന്നവനാണ് ഏറ്റവും അതിൽ ചെയ്യാനുള്ളവർക്ക്. അവൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നതിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പോ പടിപടിയായി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, എപ്പോഴും ചാടിക്കയറി പോകണമെങ്കിൽ നല്ല ബലമുള്ള പടികൾ ഉണ്ടാക്കിയെടുക്കണം. പടികൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരേ വഴിയേ ഉള്ളൂ, കല്ലുകൾ പാകി 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 വെക്കുക. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എവിടുന്നും കൊണ്ടുവന്ന് വെച്ച പടികൾക്ക് ബലക്ഷയമുണ്ടാകും. പക്ഷെ കല്ലുകൾ പാകി പാകി അതിനെ പാകപ്പെടുത്തി എടുത്തു പോയി കഴിഞ്ഞാൽ എപ്പോഴും ചാടിക്കയറാൻ പറ്റുന്ന പടിയാണ്. അപ്പൊ എപ്പോഴും ചാടിക്കയറാൻ പറ്റുന്ന പടി വേണോ, പെട്ടെന്ന് എടുത്തു കൊണ്ടുവെക്കുന്ന പടി വേണോ എന്നത് തീരുമാനിക്കലാണ് ഏറ്റവും പ്രധാനം. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ ഉത്തരം പറയാം, പറ്റിയെങ്കിൽ ശ്രമിച്ചു നോക്കുക. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ, ഒരു 3 ഫ്ലോറുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ കയറാൻ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ലിഫ്റ്റ് ഉണ്ട്, ഒന്ന് സ്റ്റെയർ കേസ് ഉണ്ട്. നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുക എന്നുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് ആൻസർ പറഞ്ഞു നോക്കിയ ആൾക്കാർ. എല്ലാവരും പറയുന്ന ആൻസർ എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടത് അതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൻസർ പറഞ്ഞ നല്ലത്. എപ്പോഴും യെസ്, ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. എത്ര പേര് ടൈപ്പ് ചെയ്യും, എത്ര പേര് ലിഫ്റ്റ് വഴി കയറിപ്പോവും, എത്ര പേര് സ്റ്റെയർ കേസ് വഴി കയറിപ്പോവും. ഇവിടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ എല്ലാവരും അതേ പറയുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് സമയത്ത് നിങ്ങളെ വല്ല കോഴിക്കോടോ അങ്ങാടിയിൽ വെച്ച് ചോദിച്ചാൽ പറഞ്ഞു, സാറേ അത് നമുക്ക് സ്റ്റെപ്പ് എടുക്കാം, നമുക്ക് കയറാന്ന് പറയും അല്ലേ. പ്രാക്ടിക്കൽ ലൈഫിനെ കണക്ട് ചെയ്താണ് പറയുന്നതെങ്കിൽ എന്താണ് ആശകുമാരിക്ക് ഒരു ആൻസറും ഇല്ലേ? ഇതിന് ഒരു ആൻസറും ഇല്ലേ ആശക്ക്? യെസ് യെസ്, ആരോഗ്യ പ്രശ്നം കാരണം ലിഫ്റ്റ് വഴി കയറി പോകും. മുട്ടുവേദന വഴി ലിഫ്റ്റ് കയറി പോകും. കുറച്ചുപേരെ ആൻസർ ചെയ്തിട്ട് ബാക്കിയവരെല്ലാം അടങ്ങിയിരിക്കുകയാണ്, മിണ്ടാതിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ശരിയാവും എന്ന് അറിയാത്തതുകൊണ്ട്. നോക്കൂ, ഞാനിവിടെ സ്റ്റെപ്പ് വഴി പോകാൻ പോകുന്നു എന്ന് പറഞ്ഞവർ, ലിഫ്റ്റ് വഴി പോകാൻ പറഞ്ഞവർക്കും 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്റ്റെപ്പ് വഴിയാ പോകുന്നെങ്കിൽ കുറച്ച് ശരീര സ്ട്രെങ്ത് വേണം. അതായത് മാനസിക ശാരീരിക സ്ട്രെങ്ത് ഉണ്ടായാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് വഴി കയറി പോകാം. ഇതില്ലാത്തവർക്ക് ലിഫ്റ്റ് വഴി കയറി പോകാം. പക്ഷെ കറണ്ട് പോയാൽ നിങ്ങൾ അവിടെ നിൽക്കും. താഴോട്ടും ഉണ്ടാവില്ല, മുകളിലോട്ടും ഉണ്ടാവില്ല. ചിലപ്പോ അതോടുകൂടി ഏതാണ് എന്തോ ഒരു സാധനം ഇതിലൂടെ പോയി ഇതിലൂടെ വരുന്നില്ലേ, ആ സാധനം കിട്ടാതായി പോവും. പിന്നെ അതിനൊരു തീരുമാനമാവും.
മറ്റേതാകുമ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിലും അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടും എഴുന്നേറ്റ് പോകാം. ചൂസ് ചെയ്യുന്നവര് തീരുമാനിച്ചോളാം. ഇത്രയും ലളിതമാണ് ജീവിതം, കൂടുതലൊന്നും പറയില്ല. ഇത്രയും ലളിതമാണ് ജീവിതം. കുറച്ച് ശാരീരിക മാനസിക വ്യായാമം ഇല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലും എത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിർത്തിക്കോളെ ഈ പരിപാടി. സുഖമായിട്ട് അവിടെ ബെഡിലിരിപ്പുണ്ടല്ലോ, നന്നായി കിടന്നിട്ട് കണ്ണടച്ചിങ്ങനെ ഇരിക്കുക. ഹരിയോം ഹരി, കോടികൾ വരട്ടെ, കോടികൾ വരട്ടെ എന്ന് പറഞ്ഞാൽ കോടികൾ ഇങ്ങനെ വരും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അത് നടക്കും തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് യാതൊരു അർത്ഥമില്ല കേട്ടോ. ചിലപ്പോൾ ലിഫ്റ്റ്, ചിലപ്പോൾ അത് ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറി വരും. പക്ഷെ ചിലപ്പോൾ ലിഫ്റ്റും. പക്ഷെ ലൈഫിൽ ലിഫ്റ്റ് ഇല്ല. ലൈഫ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിഫ്റ്റിന് യാതൊരു പ്രാധാന്യം ഇല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമാണ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമാണ്. അത് ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ ലിഫ്റ്റ് വഴി നിങ്ങളെ കൊണ്ടുവെക്കുക. പക്ഷെ ഇത് വെറും ഇലൂഷൻ മാത്രമാണ്. ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇലൂഷൻ മാത്രമാണ്. നിങ്ങൾ ഇവിടുന്ന് എന്റെ ഇലൂഷൻ കണ്ടിട്ട്, മാജിക് കണ്ടിട്ട് നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് പോയിട്ട് അവിടെ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തുന്നു, അതാണ് നമ്മുടെ കാര്യം. ഞാനിവിടെ ഇങ്ങനെ ഇലൂഷൻസ് ഒക്കെ, ഞാൻ മാന്ത്രികത എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ മാന്ത്രികത എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് അകത്തോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് പുഷ്പം എടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, ഈ പുഷ്പം എവിടെ നിന്ന് വന്നു? ആ ചോദ്യമാണ് നമുക്ക് ആവശ്യം. അല്ലെ? മാജീഷ്യൻ എടുക്കാറുണ്ടല്ലോ നിങ്ങളില്ലേ? തൊപ്പി എടുക്കുന്നു, തൊപ്പിയിൽ നിന്ന് പൈസ എടുക്കുന്നു. എല്ലാ മനുഷ്യരും നിങ്ങൾക്കറിയാലോ മാജിക് എങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അയാളെ സംബന്ധിച്ച് ആ മാജിക് കാണിക്കലാണ് അയാളുടെ കടമ. അത് കാണിക്കും, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ മനുഷ്യന് മാത്രമുള്ള ഒരു ശക്തിയുണ്ട്, മറ്റൊരു മൃഗത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന് പറയും. പക്ഷെ ശാസ്ത്രം പറയുന്നതും എല്ലാ സാധാരണക്കാരും പറയുന്നു മനുഷ്യന് മാത്രമേ വിശേഷാൽ ബുദ്ധിയുള്ളൂ എന്ന്. ഞാൻ പറയും അല്ല, മറ്റവനെ മനസ്സിലാക്കാൻ, മറ്റു മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധി ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. വാഴക്കും കോഴക്കും അല്ലെങ്കിൽ ഇതിനൊന്നും ബുദ്ധിയില്ല എന്ന് പറയുന്നവരോട് മാത്രം ഒറ്റ കാര്യം പറഞ്ഞു നോക്കാം. ഇതുപോലെ സംഭവിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ വീട്ടിന്റെ മുറ്റത്ത് ഒരു വാഴ വെക്കുക, എന്നിട്ട് അവരെന്നും പോയിട്ട് അതിനോട് സ്നേഹത്തോടെ വരുവാർ. ആഹാ, നീ മനോഹരിയാണ്, സുന്ദരിയാണെന്ന് പറഞ്ഞിട്ട് അതിന് നല്ല വളവും കൊടുത്തു കഴിഞ്ഞാൽ ആ വാഴ കൊലക്കുന്നത് അതിഗംഭീരമായ കൊലയായിരിക്കും. അല്ലെ? വാഴക്കൊലയായിരിക്കും. അതിന് യാതൊരു തർക്കമില്ല. അപ്പൊ അതിന് വിശേഷാൽ ബുദ്ധിയും ഇതും ഇല്ലെങ്കിൽ അത് അത്ര നല്ല വിള തരില്ല. ഇത് തെങ്ങിനും മാവിനും പ്ലാവിനൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇത് എല്ലാത്തിനും ഉണ്ട്. അപ്പൊ അതില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല എന്ന് മാത്രമേ അറിയുള്ളൂ. അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതൊക്കെ മാറ്റി വെക്കാം. മനുഷ്യന് മാത്രമേ വിശേഷാൽ ബുദ്ധിയുള്ളൂ. അവന് മാത്രമാണ് ഒരു പ്രത്യേക കഴിവുള്ള. അതിന്റെ പേരാണ് തിരിച്ചറിവ്. ഈ തിരിച്ചറിവ് ഏതൊരുത്തനാണോ ഇല്ലാത്തത്, പവൻ പണ്ടാര് പറഞ്ഞ പോലെ ഒരു പന്നി എന്നും പോകുന്ന വഴി കിണറ്റിൽ വീണുകൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞ പോലെ ആയിരിക്കും അവന്റെ ശവം പോയിടത്തൊക്കെ ഇത് തന്നെ സംഭവിക്കും. അപ്പൊ തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ള പ്രക്രിയ ഞാൻ ഇവിടെ നൽകുന്നത് നിങ്ങൾക്ക് അറിവാണ്. ഈ അറിവ് കൊണ്ട് എന്താണ്? കിഴങ്ങ് പൂങ്ങി തിന്നാനുള്ള ചൂട് പോലും ഉണ്ടാവില്ല. അറിവിൽ ഒരു കിഴങ്ങ് പൂങ്ങാനുള്ള ചൂട് പോലും ഉണ്ടാവില്ല. ചൂടുണ്ടാകാൻ കനൽക്കട്ട പോലെ മാറ്റണം അതിനെ. തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കണം. ഈ തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കൽ നിങ്ങളുടെ ഓൺ പ്രക്രിയയാണ്. അവിടെ ഉണ്ടാക്കണമെങ്കിൽ ചോദ്യം വേണം. എന്താണ്? ആരാണ്? എന്തുകൊണ്ട്? ഇതുള്ളവൻ മാത്രമേ ജീവിതത്തിൽ പരിജ്ഞാനിയായിട്ടുള്ളൂ. അല്ലാത്തവനെല്ലാം അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി ചോദ്യത്തിലേക്ക് വരാം. ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെ ചോദിക്കുക, അതിന് മറുപടി. അല്ലെങ്കിൽ ഇങ്ങനെ പോകും, 2-2.5 മണിക്കൂർ ഇങ്ങനെ പോയിക്കോളും. അതുകൊണ്ട് ദയവ് ചെയ്ത് ക്ലാസ്സിൽ പഠിച്ചതിന് മാത്രം ചോദിക്കുക. ജേണി ടു ഹാപ്പിനെസ്സും ലോ ഓഫ് അട്രാക്ഷൻ മാത്രം ചോദിക്കുക. മറ്റു കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ പുറകെ ഞാനും പോകും. അതുകൊണ്ട് വാചാലനാക്കരുത് തന്നെ. കുറേ ക്ലാസ്സുകൾ ഉണ്ടെന്ന്, പെട്ടെന്ന് തീർക്കണം. ചോദിച്ചോളൂ, നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിച്ചോളൂ കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സാറ് നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അത് 808 കാണുന്നുണ്ടെങ്കിൽ പറയണമെന്ന്. ഞാനതൊരു സ്ഥിരം കാണുന്ന നമ്പറുകളിലൊന്നാണ് 808. അത് എന്തോ 808 അതാണ്. 808നെ പറ്റി ഒരു ക്ലാസ് ഉണ്ട്, എടുത്തിട്ടുള്ള നമ്മള്. അല്ല, അതാ പറഞ്ഞത് കാണുന്നടി പറയണോന്ന് പറഞ്ഞായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അല്ല, 808 കാണുന്നവര് അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. എല്ലാവർക്കും കാണാൻ പറ്റില്ല എന്നല്ല, എല്ലാവരും കാണും, എല്ലാവരും തിരിച്ചറിയില്ല. വാക്കൊന്നുകൂടി
കാണുന്നത് എല്ലാവരും കാണുന്നുണ്ടാവും, പക്ഷെ എല്ലാവർക്കും തിരിച്ചറിയണമെങ്കിൽ വേണമല്ലോ ഒരു സാധനം അകത്ത്. ഓക്കെ. ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്പിരിച്വാലിറ്റിയിൽ അബൻഡൻസിൽ നിറഞ്ഞ ഉൾക്കാഴ്ചയുള്ള, അങ്ങനെ പറയാം വാക്കുകൾ, അബൻഡൻസിൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആത്മീയതയിൽ ഉയർന്ന തലമുള്ള അകക്കാമ്പുള്ള വ്യക്തികളുടെ കണ്ണിൽ മാത്രമേ ഇത് വരുള്ളൂ, അല്ലാത്തവർക്ക് കാണില്ല. മറ്റതെല്ലാവർക്കും ഉണ്ട്. സാധനം എക്സിബിറ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, അത് കോമൺ ആണ്. ഞാൻ 909 കാണാറുണ്ട്. 909 അതും കാണുന്ന നമ്പർ. വാട്ട് യു ഡൂയിങ് ജസ്റ്റ് ഫോർ ഹെഡ് എന്നെങ്ങാണ്ടാണ് അതിന്റെ മീനിങ്. യെസ്, അത് ഇത് 909 ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല, 808 വരെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഏഞ്ചൽ നമ്പറുകൾ ഓരോ തത്വശാസ്ത്രത്തിൽ ഓരോന്നുണ്ട്. എവറിഥിങ് ഇസ് കണക്റ്റഡ് ടു നമ്മൾ എന്താണോ your belief system. If I say that your spirituality is high, your thing is high, then you will start believing it. അല്ലേ? പട്ടി കടിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചതാണ്, കടിച്ചിട്ട് ശീലമുള്ളവർ വളരെ കുറവല്ലേ? അല്ലെ? അധികം അങ്ങനെയല്ലേ സംഭവിക്കുക? നമ്മൾ കേട്ട് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള കാണികളാണ്. ഇതൊക്കെ കാലങ്ങളായിട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ വന്നു പോകുന്നതാണ്. ബൈ ആഡഡ് ആണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവൻ ഒരു മതങ്ങളും അല്ലെ, മതങ്ങളെല്ലാം മതവും മതസംഹിതയൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതല്ലേ, അല്ലാതെ ഒന്നുമല്ലല്ലോ. അതെ, അതിനെ നമുക്ക് എന്താ പറയാ, ബിലീവ് ചെയ്യാനായിട്ട് മറ്റു പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കിയതേ ഉള്ളൂ. പക്ഷെ എന്തായാലും അല്ല, വേറൊരു കാര്യമുണ്ട്, സിമ്പിള് കോൺസെപ്റ്റ് പറഞ്ഞു പോകാം. യഥാർത്ഥത്തിൽ ദൈവങ്ങളാണോ മനുഷ്യൻ സൃഷ്ടിച്ചതാണോ? മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. ആർക്കും അറിയോ സംഭവം? ദൈവങ്ങളെ മനുഷ്യൻ സൃഷ്ടിച്ചാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കൂ? എത്ര പേരുണ്ട് ഇത് അംഗീകരിക്കുന്ന ആള്? ദൈവങ്ങളെ മനുഷ്യനാണ് സൃഷ്ടിച്ചത്. ഇല്ല സാർ, അംഗീകരിക്കില്ല. വെരി ഗുഡ്. ഇനി എത്ര പേര് അംഗീകരിക്കാത്തവരെന്ന് ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആൻഡ്രൈസ് ചെയ്ത് പറഞ്ഞ്, ദൈവങ്ങളെ മനുഷ്യരാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് അംഗീകരിക്കാത്തവർ എത്ര പേരുണ്ട്? ആരും അംഗീകരിക്കില്ല അല്ലെ? ഇവിടെയൊക്കെയാണ് ഈ ജേർണി ടു ഹാപ്പിനെസ് വേണ്ടി സാറിനെ വിട്ട് കുടുങ്ങി പോകുന്നത്. അല്ലല്ല, ശക്തിയോ ശക്തികേടിനല്ല ഞാൻ പറഞ്ഞത്. ദൈവങ്ങളെ മനുഷ്യനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തന്നെ എല്ലാരും പറയല്ലേ? അല്ലെ? കവി മാത്രം പറയാൻ അല്ല, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങളാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങളും ഇതൊക്കെ ദൈവങ്ങൾ മനുഷ്യന്റെ സൃഷ്ടി മാത്രാണ്. മനുഷ്യനില്ലാത്തടത്ത് ദൈവങ്ങളെയും അറിയില്ല ആർക്കും. ഇത് മനുഷ്യൻ അവന്റെ മനസ്സിലുണ്ടാക്കിയെടുത്ത സങ്കല്പമാണ്. അല്ലാതെ ഇവിടെയുള്ള ദൈവം എന്ന ശക്തിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, ദൈവങ്ങളെയാണ് പറഞ്ഞത്. പരമപ്രധാനമായ ശക്തി ഇവിടെ ഉണ്ട്. അവന്റെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ ഓരോ ഭാഗങ്ങളാക്കി തിരിച്ചെടുത്തു. ഞാൻ ഇന്നത് ഉപയോഗിക്കാം, നീ ഇന്നത് ഉപയോഗിച്ചോ. എന്നിട്ടും അവൻ പറഞ്ഞു ഇതെല്ലാം ശരിയാണ്, പക്ഷെ മറ്റൊരു സാധനം ഉണ്ട് കേട്ടോ, അതാണ് ഇത്. പക്ഷെ നമ്മളിപ്പോ തൽക്കാലം ഇതിൽ പിടിച്ചാൽ മതി, അതിലേക്ക് കയറി പിടിക്കണ്ട, അത്രയ്ക്ക് എത്തിയില്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതാ. മതങ്ങളും അങ്ങനെ തന്നെയാണ്, സമ്പ്രദായങ്ങളും അങ്ങനെ തന്നെയാണ്, മനസ്സും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തതാ, അല്ലാതെ ശൂന്യതയിലുള്ള സാധനമല്ല. പക്ഷെ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്ങനെയാണ്? ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, അതുണ്ട്. എന്തുകൊണ്ട്? എന്താണോ നമുക്കറിയാത്ത ഏറ്റവും വലിയ പരമപ്രധാനമായ സത്യം, അതാണ് ദൈവം. അത് നമ്മൾ എന്തിനാ പറയണമെന്നറിയോ? നമുക്ക് എവിടെയെങ്കിലും ഒരു പിടിവള്ളി വേണം. ഭൂമി കറങ്ങുന്നുണ്ട് ഒരു അച്ചുതണ്ടിൽ. ആരും ഈ അച്ചുതണ്ട് കണ്ടിട്ടില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് കറങ്ങുന്നുണ്ട്. ശാസ്ത്രം പറയുന്നു കറങ്ങുന്നുണ്ട്, എല്ലാവർക്കും അറിയാൻ കറങ്ങുന്നുണ്ട്. ആരും ഈ അച്ചുതണ്ട് കണ്ടിട്ടില്ല അല്ലേ? വിശ്വസിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ കറങ്ങാൻ പറ്റില്ല. അങ്ങനെ സൂര്യൻ കറങ്ങുന്നുണ്ട്, എല്ലാ നക്ഷത്രങ്ങളും സൂര്യൻ ചുറ്റി കറങ്ങുന്നുണ്ട്. ഇത് ശാസ്ത്രം തെളിയിച്ചതാണ്. പക്ഷെ ഒരു വരയോ ഒരു കോഡോ കാണുന്നില്ല, എവിടെയും ഏത് റിസർച്ച് ചെയ്തും കാണുന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ അടിസ്ഥാനം? അപ്പൊ അത് ആകർഷണ ബലം എന്ന് പറയും. സയൻസ് പറയും ആകർഷണ ബലം. ഓക്കെ, ആകർഷണ ബലത്തിന്റെ അടിസ്ഥാനം എന്താണ്? അങ്ങനെ പോകുമ്പോഴാണ്
എന്നാ പിന്നെ ഇരിക്കട്ടെ ഒരു സാധനം എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് വിൽക്കുക. അത് ബിലീവ് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല അവിടെ. ദർ ഇസ് നോ ബിയോ. ഇപ്പൊ പറഞ്ഞ ഗാലക്സിയെ പറ്റി ചിന്തിച്ചു പോയാൽ എത്രയോ ഗാലക്സികൾ ഉണ്ടെന്ന് പറയുന്നു. ദർ ഇസ് നോ എൻഡ്. അപ്പൊ തൽക്കാലം ശാസ്ത്രം പറഞ്ഞു എന്നാ പിന്നെ തൽക്കാലം ഈ ഒന്നിൽ നിൽക്കാം, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് പറ്റുന്നതല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ വെച്ച് നമുക്ക് ദൈവമുണ്ട്, അത് സത്യമാണ്. അത് തൽക്കാലം നമ്മുടെ സത്യമാണ്, വേറെ വഴിയില്ല. നാളെ കാലം മാറുമ്പോൾ ചിലപ്പോ ഇല്ല ഒരു ദൈവമല്ല 5 പേര് കൂടിയിട്ടാണ് ഒന്നിച്ച് ഭരിക്കുന്നതെന്ന് ഒരു സമ്പ്രദായം വന്നാൽ നമ്മൾ 5 പേരിൽ വിശ്വസിക്കാൻ പോകും, സ്വാഭാവികം. ഇത് മനുഷ്യന്റെ അത്രയേ ഉള്ളൂ. സാക്ഷര കേരളം സമാധിയിലാണ്, അങ്ങനെ ഒരു വാക്കേ ഉപയോഗിക്കാനേ പറ്റില്ല. സാക്ഷര കേരളം എന്ന വാക്ക് എപ്പോഴോ പോയി. പണ്ട് കോമഡിയിൽ പറഞ്ഞു സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്ന സംഭവം, കാരണം കളിയാക്കി പറയല്ല. ഓക്കെ, സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കടമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ സാക്ഷരത എല്ലാവർക്കും അറിയാം. നമ്മള് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കണ്ടൊരു വീഡിയോ. നമ്മള് പഠനത്തിൽ ഏറ്റവും വലിയ വൈകല്യം എന്താണെന്ന് അറിയാം? എനിക്കത് ഇതാണ്, നമ്മൾ കണക്ക് കൂട്ടുമ്പോ കൂട്ടുമല്ലോ, 7ൽ നിന്നും 9 കുറക്കുക. പഠിക്കാറുണ്ടല്ലോ എല്ലാവരും അല്ലെ? സാധാരണ ഏറ്റവും സിമ്പിൾ ആണ്. നമ്മൾ പഠിച്ചു വെച്ച കോൺസെപ്റ്റിൽ എവിടെയാണ് വികലത സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പറയണം. 7ൽ നിന്നും 9 കുറക്കുക. സാധിക്കുമോ ഇല്ലയോ? മാത്തമാറ്റിക്സുമാരല്ലേ ഒരുപാട് ഇവിടെ ഉണ്ടല്ലോ. സാധിക്കുമോ ഇല്ലയോ? കടം എടുക്കണം. ഒരെണ്ണം കടം എടുക്കണം. ആദ്യത്തെ പാഠം അതാണ്. ആദ്യം അവനെ പഠിപ്പിച്ചത് കടം എടുക്കണമെന്നാണ്. പിന്നെ അവന്റെ ജീവിതത്തിൽ ആദ്യം അവൻ ആലോചിക്കുന്നത് എന്താണ്? അതായത് എനിക്ക് 7 രൂപയുണ്ട്, 9 രൂപ വേണം. അവൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്ന കോൺസെപ്റ്റ് എന്തായിരിക്കും? അവൻ ആദ്യം പഠിച്ചു വെച്ചതാണിത് അല്ലെ? 1ാം ക്ലാസ് അവൻ അപ്പ പോയി കടം മേടിക്കും അല്ലെ? ഇതാരാണ് അവനെ പഠിപ്പിച്ചത്? നമ്മൾ തന്നെ പഠിപ്പിച്ചല്ലേ എളുപ്പം മുതല്. പക്ഷെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കണക്ക് കൂട്ടൽ പറയുന്നുണ്ടോ 9ൽ നിന്നും 7 കുറച്ചാൽ 2 കൊടുക്കണം എന്ന് പറയുന്നുണ്ടോ? 2 അവിടെ സിസ്റ്റം എന്നല്ലേ പറയുന്നു, ബാക്കി എന്നല്ലേ പറയുന്നുള്ളൂ. നേരത്തെ മേടിച്ചു കൊടുക്കണമെന്ന് ഏതെങ്കിലും ഒരു കണക്കുണ്ടോ? ഇതെവിടെയും പഠിപ്പിച്ചില്ലല്ലോ. സിസ്റ്റം എന്ന് പറഞ്ഞു ബാക്കി. സന്തോഷായി, ബാക്കിയാണ്. അപ്പടാ നീ മുമ്പേ മേടിച്ചില്ല, ആ 2 കൊടുത്തേക്ക്, അപ്പൊ 0 ആയി എന്ന് പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെയൊക്കെ പരിണത ഫലങ്ങളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും ഇരുന്ന് ആലോചിച്ചാണ്, ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനമായ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ റൂൾസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സസുകൾ നൽകുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരിൽ നിന്ന് കരം ഈടാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് നൽകുക എന്ന് പറയും. കേരളം മാത്രമാണ് ഒരേ ഒരു സ്റ്റേറ്റ്, ലോകത്തിലെ ഒരു സ്റ്റേറ്റ്, പുറം രാജ്യത്ത് പോയിട്ട് സ്റ്റേറ്റിന് ഫണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റിന്റെ ഷെയർ വിറ്റ ഒരു രാജ്യം. ചിന്തിച്ചു നോക്ക്. എന്റെ ഓഹരി എന്നോട് പോലും ചോദിക്കാതെ മറ്റൊരു രാജ്യത്തിന് കൊണ്ടുപോയി വിറ്റ ഒരു രാജ്യം, ഒരു സംസ്ഥാനം. അതുകൂടാതെ കണ്ട് എനിക്ക് കടമെടുക്കാൻ പെർമിഷൻ തരണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ പോയ ഒരു സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ്? ഗവൺമെന്റിന്റെ മിസ്റ്റേക്ക് അല്ല കേട്ടോ, അങ്ങനെ ആയിപ്പോയി. സമൂഹത്തിന് ചിന്താഗതി. ഭരിക്കുന്നവര് കുറച്ച് കൂടുതൽ വിദേശയാത്രയൊക്കെ ചെയ്യുമ്പോൾ അത് ഞാൻ പൊളിറ്റിക്സിലൊക്കെ ഒന്നും പോകുന്നില്ല, അതൊക്കെ വേറെ വിഷയം. അതൊക്കെ എപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു മെന്റാലിറ്റി എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും? ഇത്രയും റിസോഴ്സസ് ഡെവലപ്പ് ചെയ്തെടുക്കാതെ കണ്ട് കടം മേടിക്കലാണ് ഏറ്റവും ഈസി മെത്തേഡ് എന്നുള്ള മെന്റാലിറ്റി ഉണ്ടാക്കുന്നത്. അത് അവിടുത്തെ ആൾക്കാരല്ലേ, പുറത്തെ ആൾക്കാർ വന്നിട്ടല്ലല്ലോ. ഇപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? പനി വന്നാൽ എങ്ങനെയെങ്കിലും പനി കുറക്കാൻ ആഗ്രഹിക്കുകയാണോ, എന്നാ പിന്നെ ഗിരിജയുടെ ഒരു 500 കടം മേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാന്നാണോ ചിന്തിക്കുന്നത്? എന്താണ് നമ്മൾ ആദ്യം ചിന്തിക്കുക? എല്ലാരും പോയി ഗിരിജയുടെ കടം മേടിക്കുന്നല്ല പറഞ്ഞിട്ട്, ഇനിയിപ്പോ അത് പോയിട്ട് ഇത് കിട്ടിട്ട് ഈ ഗിരിജ 500 കടം കിട്ടുന്ന ഇതാണ് ആൾക്കാരുടെ അവസ്ഥ. ഇത് മാറണമെങ്കിൽ ഫൈനാൻഷ്യൽ ലിറ്ററേച്ചർ മാത്രമല്ല, തിരിച്ചറിവുണ്ടാകേ പറ്റുള്ളൂ. വേറെ ഒരു ഓപ്ഷൻസും ഇല്ല. തിരിച്ചറിവ് മാത്രമാണ് ആവശ്യം. ഓക്കെ, ചോദ്യങ്ങൾ വരട്ടെ. സാർ എനിക്കൊരു കാര്യം പറയാണ്ട് സാർ. ഒരു സെക്കൻഡ് സരിത, ഞാൻ ആ കമന്റിൽ വീഴില്ല. കമ്മി എന്ന് പറഞ്ഞാൽ കുറവ് എന്ന് പറയുന്ന കമന്റ് എനിക്ക് മനസ്സിലായി, അതിലേക്ക് ഞാൻ വീഴില്ല തൽക്കാലം. കാരണം രാഷ്ട്രീയം പറയാൻ ഞാൻ ഇല്ല, നിർത്തിവെച്ച പരിപാടിയാണ്. ഓക്കെ പറഞ്ഞോളൂ. സാർ എനിക്കൊരു കാര്യം പറയാണ്ട് സാറ്.
പറഞ്ഞോ. എനിക്ക് ഞാൻ മെഡിറ്റേഷൻ എല്ലാതും ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ 33 വർഷമായിട്ട് എനിക്ക് ഗ്യാസിന്റെ ഭയങ്കര പ്രശ്നം. ഒരുപാട് ഡോക്ടറെ കാണിച്ചൊന്നും കുറയണില്ല. നല്ല ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ശരീരം മൊത്തം വേദനയാണ്. ഉം. എന്നാലും ഞാൻ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് സാറിനോടൊന്ന് പറയണം എന്ന് വിചാരിച്ചു. അതിനു വേണ്ടി ഒത്തിരി പൈസ ചെലവാക്കിയതാ. ഉം. എന്നിട്ട് അത് മാറണില്ല. അതിനെന്തെങ്കിലും വല്ലൊരു ഇത് തന്നു വിചാരിച്ച അത് പ്രാക്ടീസ് ചെയ്യായിരുന്നു. മരുന്ന് ചെയ്യണുണ്ട്, എന്നിട്ട് കുറയണില്ല. മെഡിറ്റേഷൻ രാവിലത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ യൂട്യൂബിലത്തെ എടുത്തിട്ട് ഞാൻ വീണ്ടും ചെയ്യും. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യും. എത്ര വയസ്സായില്ല സുരേന്ദ്രന്? 60 വയസ്സ്. ഇത്ര വർഷമായിട്ട് വയറുവേദന ഉണ്ട് അല്ലെ? വയറുവേദനയല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എൻ്റെ മോളെ പ്രസവിച്ചപ്പോ തൊട്ട് തുടങ്ങിയതാ അത്. ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു. അപ്പൊ ഇത് അകത്ത് ട്യൂബൊക്കെ ഇറക്കി നോക്കിയിട്ട് അവര് പറഞ്ഞ ഭക്ഷണം അപ്പൊ നല്ല ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. 30-40 വർഷമായില്ലേ? ആ സാർ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാനേ ഈ ഒരു 30 വർഷം കൊണ്ട് മിനിറ്റ്. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോവുക. ഇല്ല ഞാനൊരു സാർ, ഇതിനെ റേറ്റ് ചെയ്തവർക്ക് അല്ല, ഇതിനെ റേറ്റ് എന്റെ പരിപാടി ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളെ. അല്ലാതെ ജേണറ്റീവ് ഹാപ്പിനെസിന്റെ ശംശോ ലോ ഓഫ് അട്രാക്ഷന് ചോദിച്ചോ ഞാൻ പറയാനില്ല. ഇതൊക്കെ വെറുതെ ഞാനത് പറഞ്ഞിട്ട് റെക്കോർഡ് വെച്ചിട്ട് നാളെ നിങ്ങൾ ഇത് കൊണ്ടുപോയി പരീക്ഷിച്ചിട്ട് അടുത്ത വൈദ്യശാസ്ത്രന്മാരെന്നോട് ഇത് എങ്ങനെ നീ പറഞ്ഞു വെച്ചാൽ എന്നെ പെടുത്തരുത്. ഇതൊന്നും എന്റെ സബ്ജക്റ്റിൽ വരുന്നതല്ല. മറുപടിയൊക്കെ എനിക്കുണ്ട്, നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒറ്റ കാര്യം പറയാനുള്ളൂ, 40 വർഷമായി നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ആ ഭക്ഷണം കഴിക്കുന്നതിനെ ഒരു ശീലമാക്കുന്നത്, വേണ്ടതിനെയൊക്കെ ശീലമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വയറുവേദന ഉണ്ട്. അതിനെ മാറ്റാനുള്ള 40 വർഷത്തെ വയറ് വേദനയല്ല, ഒരു ഭക്ഷണം മിനിറ്റ് കഴിച്ചാൽ എനിക്ക് ഭയങ്കര നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചാൽ നമുക്ക് ക്ലാസ് ഒന്നും തീരില്ല കേട്ടോ. നിങ്ങൾ ചോദിച്ചതിന് ഒരു മറുപടിയാണ് അല്ലെങ്കിൽ ആ മറുപടി ക്ഷമയോട് കേൾക്കുക. അല്ലെങ്കിൽ ഡിസ്കഷൻ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവാം, ഫുൾ ഡിസ്കഷൻ. അപ്പോ 40 വർഷമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഏതാണ് നിങ്ങളുടെ ശരീരത്തിൽ സൂട്ടാവുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിന് ഏത് മരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 1 വർഷം 6 മാസം 2 മാസമാണ് നമുക്ക് ഇത് പരീക്ഷിക്കുന്നു പറയാം. 40 വർഷമായിട്ട് നിങ്ങൾ തുടരുന്നുണ്ട്. നിങ്ങളുടെ ജീവിത ശൈലിയിൽ തന്നെയാണ് വിഷയം, വേറെ ഒന്നുമല്ല. നിങ്ങൾ ആ ശൈലി മാറ്റിയില്ല, അതുകൊണ്ട് എപ്പോഴും ഉണ്ടാവും. കാരണം വയറ്റിൽ വേദന ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും? സ്വാഭാവികം, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിന് പിടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് 40 വർഷമായിട്ട് മാറ്റിയെടുത്തേ പറ്റുള്ളൂ. ഈവൻ എനിക്ക് തോന്നുന്നത്, ഇനിയിപ്പോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇവൻ ഡെലിവറി സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം. പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഡോക്ടർമാർക്ക്. അത്രയേ ഉള്ളൂ എനിക്കതിനകത്ത് പറയാൻ പറ്റുള്ളൂ. കൂടുതൽ ഞാൻ അതിനകത്ത് കമന്റ് ചെയ്യാൻ ആളല്ല. ഓക്കെ, അല്ലേ? യെസ് സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഹലോ പറഞ്ഞു. സാറേ, ഞാൻ മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. രാവിലത്തെ വൈകുന്നേരം ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും കാണാനും കഴിയുന്നുണ്ട്. പക്ഷെ എനിക്ക് ക്യാഷ് മാത്രം കാണാൻ പറ്റുന്നില്ല. അതൊരു ഇരുട്ടെന്ന് വെച്ചാൽ നല്ല ഇരുട്ടായിരുന്നു. പക്ഷെ അത് ഞാൻ സാറിനെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ചുകൂടി ദിവസം കഴിയും. അപ്പൊ ആ ഇരുട്ടെന്ന് പറയണത് ഇപ്പൊ ഒരു ചെറിയ ആഷ് കളറിൽ ആയി. പക്ഷെ അത് എന്താണ് കാരണം? അപ്പൊ സാർ എപ്പോഴും എന്റെ ഈ ചോദ്യങ്ങളൊക്കെ എല്ലാം സാറ് ക്ലാസ്സിലൊക്കെ മറ്റുള്ളവർക്ക് മറുപടി പറയാറുണ്ട് ഇന്ന. അപ്പൊ ഞാൻ അത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം സാർ എന്തോ ആരും ഇതുപോലെ ഒരു ഡൗട്ട് ചോദിച്ചപ്പോ മണി ബ്ലോക്കിന് വേണ്ടി ജേണി ടു ഹാപ്പിനെസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ ഈ ക്ലാസ് സാർ എനിക്ക് അതിലുണ്ട്, ഞാൻ അതിങ്ങനെ കേട്ട കുറെ കാര്യങ്ങൾ. അപ്പൊ ഇന്നലെയാണ് ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയത്. സാറ് ഇന്നലെ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അപ്പൊ മനസ്സിലാക്കി അവിടെയാണ് എനിക്ക് കുറെ തെറ്റുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കി. പക്ഷെ കാരണം ഞാൻ ആരെയും കുറിച്ച് ഒന്നും പക്ഷെ ചെറിയൊരു ഹിറ്റ് എന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് എനിക്ക് പെട്ടെന്ന് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് പെട്ടെന്ന് അത് എത്ര കാലമായി മെഡിറ്റേഷൻ ജേർണി ടു ഹാപ്പിനെസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 1 മാസേ ആയുള്ളൂ. എത്ര വയസ്സായി? വയസ്സ് പറയണ്ട, കൃത്യം പറയണ്ട, വെറുതെ പറഞ്ഞാൽ മതി. ഇനിയിപ്പൊ അത് ജസ്റ്റ് ഒരു 30 വയസ്സ്. 44 വയസ്സ്. 44. ഈ 30 വർഷമായിട്ട് കൊണ്ട് നടക്കുന്ന, നേരത്തെ പറഞ്ഞില്ല 7-9 പോകും എന്ന് പറഞ്ഞ പോലെ കുറെ സാധനം എടുത്തു വെച്ചിട്ടില്ലേ? ഇത് 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് മാറുവാണെങ്കിൽ പിന്നെ
ഞങ്ങളെപ്പോലുള്ളവരുടെ പോലേ. അപ്പോ ഗോൾസ് നിങ്ങൾ ശരിക്കും അത് മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. മണി ബ്ലോക്സ് ഇല്ല സർ. കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന കാരണം മണി മാനിഫെസ്റ്റേഷൻ. ഓക്കെ, അത് കൂടാതെ ഓക്കെ എന്തായാലും തിരുവനന്തപുരം വരുന്നുണ്ടല്ലോ. സാർ ഇത് ഗോൾ സെറ്റിംഗിൽ ഞാനുണ്ട്, ആ ക്ലാസ്സിലുണ്ട്. അപ്പൊ ഞാൻ ഇത് തീർന്നിട്ട് മണി ബ്ലോക്കിൽ ഒന്ന് പോവാന്ന് വിചാരിച്ചു. ഇത് ജേർണി ടു ഹാപ്പിനെസ് നല്ലതായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഗോൾ സെറ്റിംഗ് സെറ്റ് ചെയ്ത് വെച്ചോ, പക്ഷെ ബ്ലോക്കേജ് മാറാൻ പറ്റില്ല. നല്ല ബ്ലോക്കേജ് ആണ്. ബാക്കി ഞാനിപ്പോ ഒരു വീട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ആ വീട് എല്ലാം കാണും. പക്ഷെ ക്യാഷ് എനിക്ക് എനിക്ക് നല്ല ഇരുട്ടായിരുന്നു. അതൊരിപ്പോ ഒരു ആഷ് കളറിലാണ്. മറ്റേത് ബാക്കിയെല്ലാം എനിക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് എന്താ പറയാ, അത് മണി മാനിഫെസ്റ്റേഷനിൽ ഈ മണി ബ്ലോക്സിനെ പറ്റി മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ആ കോഴ്സിൽ ചേരാം സാർ. ഇപ്പൊ ഇതൊന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചേരാം, ഗോൾ സെറ്റിംഗ്. ഇല്ല, അവിടെ പോയാലും ഈ ജേർണി ടു ഹാപ്പിനെസ് ലോ ഓഫ് അട്രാക്ഷൻ കഴിയാതെ അതിലേക്ക് പെർമിഷൻ ഇല്ല കയറാനായിട്ട്. ആ കോഴ്സ് എടുത്താലും ഇത് ചെയ്തിട്ട് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അല്ല, തിരുവനന്തപുരം വരുന്നുണ്ടല്ലോ. തിരുവനന്തപുരത്ത് ഇതേ സാധനം തന്നെയാണ്. വരുന്നുണ്ട്. ആശാകുമാരിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോകുന്ന അടുത്തന്നെയല്ലേ അല്ലെ? അവിടെ അടുത്തല്ലേ നിങ്ങൾ വീട്? കുറച്ചല്ലേ ഉള്ളൂ അല്ലേ? എന്റെ നാട്ടിലാ വരുന്നത്. നിങ്ങളുടെ നാട്ടിൽ. ഓക്കെ, 2-3 ടൈപ്പ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. വാട്സപ്പിൽ വന്നത് എന്റെ ആസ്മ കുറഞ്ഞ. ഓക്കെ, ആസ്മ കുറഞ്ഞത് വലിയ മെഡിറ്റേഷന്റെ കുറവ്. മെഡിറ്റേഷൻ ആണത് ആസ്മ കുറഞ്ഞത്. മനസ്സിന് സാറ് ചോദിച്ചത് സ്മാർട്ട് ആകണം എന്ന് പറയുന്നത് കൊണ്ട്. സ്മാർട്ട് ആവണം എന്ന് പറയുന്നത് സാറേ, സ്മാർട്ട് മീൻസ് SMART. ഗോൾ സെറ്റിംഗ്സിൽ സ്മാർട്ട് എന്ന് പറയുന്നത് അതായത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിലവന്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. ഇതല്ലാത്തൊരു ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എന്താണ് എനിക്ക് ആവശ്യം, ഹൗ മച്ച് മണി ഐ വാണ്ട്, ദിസ് ഇസ് സ്മാർട്ട്, സ്പെസിഫിക്. ആൻഡ് അതായത് സ്പെസിഫിക് ഹൗ മച്ച് എന്നുള്ളത്. പിന്നെ ക്വാണ്ടിറ്റി, മെഷറബിൾ, ഇത് അളക്കാൻ പറ്റുന്നതായിരിക്കും. എനിക്ക് ഐ വാണ്ട് അൺലിമിറ്റഡ് മണി. നോ, ഇറ്റ് കനോട്ട് ബി മെഷർ. അതൊരിക്കലും പറ്റില്ല. അൺലിമിറ്റഡ് മണിക്ക് ഒരു ക്വാണ്ടിറ്റി ഇല്ല. നമുക്ക് ഇത്ര ലക്ഷം രൂപ വേണം, എപ്പോ വേണം, അതാണ് ടൈം ബോണ്ട്. റിലവന്റ്, അതായത് അത് അറ്റൈനബിൾ ആയിരിക്കണം, സാധിക്കുന്നതാണോ. ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഗോൾ സെറ്റ് ചെയ്യാണ് 2025 ഡിസംബറിൽ ഞാൻ അംബാനിയേക്കാളും വലിയ പൈസക്കാരനാവും, അല്ലെങ്കിൽ അംബാനിയുടെ അസറ്റ് മൊത്തം എടുക്കാണ്. അതാ 1000 എത്ര കോടി എനിക്കറിയില്ല കേട്ടോ, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആർക്ക് അറിയുന്നവരുണ്ട് അംബാനിയുടെ അദാനിയുടെ ഇന്നത്തെ അസറ്റ് എത്രയാണെന്ന് അറിയുന്നവരുണ്ട് പറഞ്ഞു. അതിനേക്കാളും കുറച്ച് കൂടുതൽ ഞാൻ സെറ്റ് ചെയ്യാണ് 2025 ഡിസംബറിൽ. ഇനി മിറാക്കിൾ അല്ല, ദൈവം വന്നിട്ട് നേരിട്ട് ഇന്ത്യ മൊത്തം എനിക്ക് എഴുതുന്നതായി തരും. പ്രോസസ്സ് കഴിഞ്ഞവരെ അത്രയും സമയമുണ്ട്. അപ്പൊ അറ്റൈനബിൾ ആവില്ല. അങ്ങനെ അറ്റൈനബിൾ ആവുന്നതായിരിക്കണം അത്. പിന്നെ റിലവന്റ് ആയിരിക്കണം, അതായത് നമ്മളുമായിട്ട് റിലവന്റ് ആയിരിക്കണം ഈ സംഭവം. പണ്ടൊരു ഞങ്ങളുടെ ക്ലാസ്സിൽ പറയാണ്, ഓക്കെ, ഒരാൾ എഴുതി വെച്ചു എനിക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കണം, എന്റെ ഗോളാണ് എന്ന് പറഞ്ഞു. 4 സ്റ്റെപ്പ് കയറാൻ പോലും മുട്ടുവേദനിക്കുന്നവൻ എവറസ്റ്റ് കൊടുമുടി എന്ന് പറഞ്ഞ ഒരു റിലവന്റും ഇല്ല ആ കാര്യത്തിനകത്ത്. അത് പോസിബിൾ അല്ല. ഇങ്ങനെ ആയിരിക്കണം. പൊതുവെ കോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ഇങ്ങനെയുള്ള ഭാഗപ്പിഴകൾ ഉണ്ടായിക്കോളും, അത് വർക്ക് ചെയ്യില്ല. അത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, ഓക്കെ കം ഓൺ ഡു ഇറ്റ്, ഇതൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇത് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ മോട്ടിവേഷൻ എന്താണെന്നറിയോ? നിങ്ങൾക്ക് മോട്ടിവേഷനും നിങ്ങളുടെ ലൈഫിലും കണക്ട് ചെയ്യുന്ന ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാം ഈ അടുപ്പിൽ തീ കൂട്ടാറുണ്ടോ? അടുപ്പിൽ തീ കൂട്ടാൻ ശ്രമിക്കുന്നവർക്കറിയാം. അർബൻ ലൈഫ്, സിറ്റിയിലാണെങ്കിൽ അടുപ്പില്ല. അടുപ്പിൽ തീ കൂട്ടുന്നവർക്കറിയാം, തീ പിടിക്കാനായിട്ട് ആദ്യം കൊണ്ട് കടലാസ് കൊണ്ടിടും, അല്ലെങ്കിൽ നമ്മളെ ഓല കൊണ്ട് കത്തിക്കും അല്ലെ, എന്നിട്ടാണ് വിറകിടുക. അല്ലെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ഉപയോഗിക്കുന്ന മണ്ണെണ്ണ ഒഴിക്കും, എന്നിട്ട് തീ കത്തിക്കും, പിന്നെയാണ് ചേരിയോ ചകരിയോ കൊണ്ടിട്ട് കത്തിക്കുക. ഇതുപോലെയാണ് മോട്ടിവേഷൻ. ആദ്യം ഒന്ന് ആളി കത്തിക്കാനായിട്ട് ഒന്ന് തരും, പക്ഷെ അത് കത്തിക്കണ്ട, അയ്യോ പിടിച്ചോ എന്ന് പറഞ്ഞു പോയാൽ അല്ല, കുറച്ച് കഴിയുമ്പോൾ അത് തണുത്തു പോകും. അതുകൊണ്ട് മോട്ടിവേഷൻ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ബാക്കി പ്രോസസ് ചെയ്തെടുക്കണം. ഇതാണ് സാറേ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾ സെറ്റിംഗ് വർഷത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിലവന്റ് ആയിരിക്കണം, ടൈം ബൗണ്ടബിൾ ആയിരിക്കണം. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യം. മെഡിറ്റേഷന്റെ ഒരു മിനിറ്റ്, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യരുത്, ശബ്ദം വരും. എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. സാരിക്കും മാത്രം അൺമ്യൂട്ട് ചെയ്യുക. മെഡിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ കഫം പോകുന്നു ശരിക്കും മനസ്സിലാവും. വെരി ഗുഡ്, അത് നല്ല കാര്യമാണ്. ഗോൾ സെറ്റിംഗ്സ്
നേടാൻ കഴിയുന്നത് നേടിയത് സാധിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നവർ. ഗോൾ സെറ്റിംഗിൽ നേടാൻ കഴിയുന്നതിന് നേടിയതിന് സഹായിക്കുന്നതിന് വാക്കുകൾ പോസിറ്റീവ്. യെസ്, ഓക്കെ. വൈ കോൺഫിഡൻസ് ഇസ് ഇമ്പോർട്ടന്റ് എന്ന ഭാഗത്ത് ആത്മവിശ്വാസത്തിന്റെ റൈറ്റപ്പ് വേണം. വൈ കോൺഫിഡൻസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ആത്മവിശ്വാസം റൈറ്റപ്പ്. വൈ ആത്മവിശ്വാസം ഇമ്പോർട്ടന്റ് റൈറ്റപ്പ്. അങ്ങനെ സാധനം സാർ ഉണ്ടാവും. ഞാൻ പറയാം, നമ്മളെ വൈ കോൺഫിഡൻറ്റ് ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഭാഗമില്ലേ, ആ. അതില് സാർ അവിടെ പറഞ്ഞിട്ടുണ്ട് ആത്മവിശ്വാസത്തിന്റെ റൈറ്റപ്പ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് അതില് റൈറ്റപ്പ് ഞാൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോ അതൊന്നും ഓർത്ത് അത് വീഡിയോ പറഞ്ഞോണ്ടല്ലേ നമ്മൾ ചോദിച്ചത്. ക്ലാസ് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിൽ തോന്നിയൊക്കെ പറയും. ഇതൊക്കെ ചോദിച്ച് ഞാൻ തപ്പി നടക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു എവിടെയോ റൈറ്റപ്പ് ഉണ്ടെന്ന് തോന്നി. എന്റെ ഉണ്ടത്, പക്ഷെ തപ്പി കണ്ടുപിടിക്കും. അതുകൊണ്ട് ക്ഷമിക്ക്, നമുക്ക് എപ്പോഴെങ്കിലും തരാം. നമ്മൾ വിചാരിക്കും അതിപ്പോ കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. അതല്ലേ ചോദിച്ചേ. ഏത് അപ്പൊ അല്ല സംഭവിച്ചത്, ഞാനത് എഴുതി വെക്കുന്നു. 2 പ്രാവശ്യം ആൾക്കാർ പറയുന്നത് ആത്മവിശ്വാസത്തിന് റൈറ്റപ്പ് ഉണ്ടോ ഇപ്പൊ എന്റെ അടുത്ത്. അതേപോലെ അതിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംഭവം നോക്കുമ്പോ ഇല്ല. ആത്മവിശ്വാസത്തിന്റെ റൈറ്റ് ഉള്ളത് പഠിക്കും, ഇല്ലാത്തത് നമുക്ക് അത് അതേപോലെ സാറേ അതിന്റെ ക്വസ്റ്റ്യനും ഇല്ല. അതിന് മുന്നേ ഉള്ളതിന്റെ ക്വസ്റ്റ്യനും ഇല്ല വർക്ക് ചെയ്യാനുള്ളതേ. അല്ല, അത് ഒരു അസൈൻമെന്റ് മാത്രമേ മിസ്സായിട്ടുള്ളൂ. അത് അപ്ലോഡ് ചെയ്യണമെന്നും വിചാരിക്കും, അത് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ അത് എപ്പോഴും ഈ ആപ്പിലേക്ക് എത്താൻ സമയം കിട്ടുന്നില്ല. അതൊറ്റ ബാക്കി 2 എണ്ണം ഉണ്ട്, ഇതാണുള്ളത്. അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ നിങ്ങളിപ്പോൾ ഒരു മിനിറ്റ്. താങ്ക് യു വെരി മച്ച്. ഞാൻ കുറെ താങ്ക് യു വെരി മച്ച്. കാരണം നിങ്ങളുടെ ആൾക്കാർ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് നിരന്തരം ചോദിക്കുമ്പോഴാണ് എനിക്കത് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും വേണം മോട്ടിവേഷൻ അല്ലേ. നമുക്ക് മോട്ടിവേഷൻ, ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് മോട്ടിവേഷൻ. ഏതായാലും ഈ ആത്മവിശ്വാസ റൈറ്റപ്പ് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട്, നമുക്ക് 2 ദിവസം കൊണ്ടല്ലേ, ഇപ്പൊ തിരുവനന്തപുരം പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സമയം കിട്ടില്ല. പിന്നെ മറ്റേ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. ഓ, ആ ക്വസ്റ്റ്യനെ സാർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. സാർ വീണ്ടും തിരക്കിൽ പെട്ടുപോയി. സമയമില്ലാത്തോണ്ടല്ലേ, സത്യം സമയപരിമിതി അല്ല. ഞാനിങ്ങനെ ഓരോന്നിനും ബിസിയായി, എന്താ പറയാ. ഓക്കെ, എന്താണ് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വന്നിട്ടുണ്ട്. ദേവി മാം പറഞ്ഞിരിക്കുന്നു 50,000 രൂപ പെർ മന്ത്. അടിച്ചോളൂ ഗൂഗിൾ പേ നമ്പർ 75110795110792. 50,000 അയച്ചോളൂ, കുഴപ്പമില്ല. അടുത്തത് ലോ ഓഫ് അട്രാക്ഷൻ കുട്ടികളെ പറ്റുമല്ലോ റഫീഖ്, കുട്ടികളെ പഠിപ്പിക്കാമല്ലോ ലോ ഓഫ് അട്രാക്ഷൻ, നോ പ്രോബ്ലം. കുട്ടികൾക്കല്ലേ വേണ്ടത് ശരിക്കും, കുട്ടികൾക്കാണ് ശരിക്കും ഇത് ആവശ്യം. ഒരാൾ തന്നെ തിരിഞ്ഞു കിട്ടിയാൽ മറ്റുള്ളവർ അറിഞ്ഞു കിട്ടും. പ്ലീസ് എക്സ്പ്ലെയിൻ. ഓ സീമ, യു ആർ അഗൈൻ ഡിഗിങ് ദ സെയിം തിങ്. ഒരാൾ തന്നെ തിരിഞ്ഞു കിട്ടിയാൽ മറ്റുള്ളവനെ അറിഞ്ഞു കിട്ടും. വെരി വാല്യൂഡ് പോയിന്റ്. ഞാനത് ചോദിക്കാനിരുന്നതാ, അത് കഴിഞ്ഞിട്ടാട്ടെ. ഇത് തന്നെയല്ലേ ഫണ്ടമെന്റൽ ആയിട്ട് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ദ കോർ കോൺസെപ്റ്റ് അത് തന്നെയാണ്. ഒരാൾ തന്നെ തിരിഞ്ഞു കിട്ടിയാൽ, തന്നെ എന്ന് പറഞ്ഞാൽ സെൽഫ്. ഇത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞതും ഭഗവത്ഗീതയിൽ പറഞ്ഞതും എല്ലാത്തിനും അടിസ്ഥാനം ഇത് തന്നെയാണ്. അതിന് സിംപ്ലിഫൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എപ്പോഴും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, എനിക്ക് തോന്നുന്നു ജേർണി ടു ഹാപ്പിനെസ് ബേസ് ചെയ്തിരിക്കുന്ന ഈ ഒറ്റ കോൺസെപ്റ്റ് തന്നെ. നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫെയിലിയർ. അത് തന്നെയാണ് ചോദ്യം. എപ്പോഴും പരമ്പരകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, ഞാൻ ആരാണ്, എന്താണ് എന്റെ പർപ്പസ്, വൈ ഷുഡ് ഐ എം ഹിയർ, ഹു ആം ഐ എന്ന ചോദ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതായത് സിംപ്ലിഫൈസ് പറഞ്ഞ അത്രയും വലിയ കാര്യത്തിലേക്ക് പോകണ്ട. എന്താണ് എന്റെ കഴിവ്, എന്താണ് എന്റെ കഴിവുകൾ, ഇത് രണ്ടറിയാം എങ്കിൽ നമ്മൾ പോയി എല്ലാ കൂടിയിലും ചാടില്ല, നമുക്ക് വിഷയങ്ങളെ ഉണ്ടാവില്ല. കാരണം എന്താ, ഇതെന്തിനാ ഞാൻ ഇതാക്കണേ എന്ന് നമ്മൾ ആലോചിക്കൂലേ. ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ള പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടാവില്ലേ. ഞാൻ എന്തു പറയുന്നു, എന്തു പ്രവർത്തിക്കുന്നു, എങ്ങനെ ചെയ്യുന്നു, എന്റെ സമയം എങ്ങനെയാണ് ഞാൻ ചെലവഴിക്കേണ്ടത്, ഞാൻ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് കൂളായില്ലേ, ഈസി ആയില്ലേ. അതാണ് പറഞ്ഞത്, ഒരാൾ തന്നെ തിരഞ്ഞു കിട്ടിയാൽ അത് നമ്മൾ അന്വേഷണമാണ്. ഞാൻ വീണ്ടും ഇപ്പൊ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ, ദിസ് അന്വേഷണമാണ്. നമ്മൾ നിരന്തരമായിട്ടുള്ള എൻക്വയറീസ് ആണ്. ആരെപ്പറ്റി, എന്നെ പറ്റി എൻക്വയറി. പക്ഷെ നമ്മൾ പൊതുവെ ചെയ്യുന്ന എന്താ അറിയോ, നമ്മളെ പറ്റിയിട്ടല്ല എൻക്വയറി, നമ്മൾ മറ്റുള്ളവനെ പറ്റിയിട്ടാണ് എൻക്വയറി ചെയ്യുന്നത്. എന്തുകൊണ്ട് AK കുമാർ ഇങ്ങനെ, അതെന്താ അവരങ്ങനെ ആവാത്തെ, എന്തുകൊണ്ട് ഇങ്ങനെ, അവളെന്താ അങ്ങനെ നോക്കിയത്,
നമ്മളെന്താ എന്നോട് ഇതാണ് പ്രാധാന്യം. നമ്മളിപ്പോ എത്ര സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്ന് നിങ്ങൾ എല്ലാവരും ചെലവഴിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. എല്ലാവരും അതിനു വേണ്ടി ഇതാക്കാൻ തുടങ്ങി. ഇതുവരെയോ ഇല്ല. ജയശ്രീ മിനിയാന്ന് പറഞ്ഞ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ആ നെറ്റിപ്പട്ടം പണ്ടും ജയശ്രീ കൊണ്ട് വിറ്റിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ജയശ്രീ നെറ്റിപ്പട്ടവുമായി പോകുമ്പോൾ പറഞ്ഞു, ഇത് ഞാൻ വിറ്റിട്ട് പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ, എനിക്ക് എത്ര ആൾക്കാരെ കൊണ്ട് ഇത്ര രൂപയ്ക്ക് വിറ്റ് വരും. ആ ഒരു ഇതിലേക്ക് വരുന്നത് ആദ്യം ഇത് ഞാൻ ഉണ്ടാക്കിയ നെറ്റിപ്പട്ടം എനിക്ക് നന്നായിട്ട് പറ്റൂ. ആ ജയശ്രീ തന്നെയല്ലേ ഈ ജയശ്രീ? എനിക്കറിയില്ല, ആളെ അറിയില്ല. ഞാൻ ആ വാക്ക് ഇത് കേട്ടതുകൊണ്ട് പറയാം. ആണല്ലോ ജയശ്രീ? ആണോ? ആ, ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര വിഷയമായിരുന്നു ജയശ്രീ കേട്ടോ. ഇപ്പൊ മാറി മാറി വരുന്നുണ്ട് പതുക്കെ. അപ്പോ അത് നമുക്ക് എപ്പോ തിരിഞ്ഞു കിട്ടി, അപ്പോഴേക്കും നമ്മൾ മാറ്റങ്ങൾ തുടങ്ങും. എ കെ കുമാർ ആദ്യം ലോട്ടറി എനിക്ക് ലോട്ടറി അടിച്ചില്ല സാറേ, പിന്നെ ഭാഗ്യമൊന്നും എന്റെ ഭാഗത്തേ ഇല്ലാത്ത സാധനം. അത് പറഞ്ഞു കഴിഞ്ഞു. ഇല്ല, നമ്മളിവിടെ കുറച്ച് മോട്ടിവേഷൻ ഒക്കെ തന്ന് റെഡിയാക്കി വെച്ചപ്പോ ലോട്ടറി അടിച്ചപ്പോ അത് കിട്ടി. ഇത് സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾക്കത് ഇല്ല എന്ന് തോന്നി വെച്ചിരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനെ മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ അത് എളുപ്പമുള്ള പ്രോസസ് അല്ല. ഞാൻ പറഞ്ഞ ചെറുപ്പം മുതലേ നമ്മളിൽ ഉണ്ടാക്കിയ നമ്മൾ ആദ്യം എഴുന്നേറ്റ് വരുമ്പോ തന്നെ ആദ്യം പറഞ്ഞു കേട്ട വാക്കെന്താണെന്നറിയോ? വാൽമീകിയോട് പറഞ്ഞ പോലെ തന്നെ, അരുത് കാട്ടാള എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു കുട്ടി ജനിച്ച ആദ്യത്തെ പിച്ച വെക്കുമ്പോ അവനോട് പറഞ്ഞത് ഇതേ വാക്ക് തന്നെ. ഇല്ല മോനെ, വെയിറ്റ്, വീണു പോകും. അല്ലേ? അമ്മമാര് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അച്ഛന്മാര് പിന്നേ പറയുള്ളൂ. അല്ലേ? ആദ്യത്തെ തടസ്സം എന്താ ചെയ്തത്? കുട്ടികൾ എഴുന്നേക്കണം എല്ലാവർക്കും ആഗ്രഹമാണ്. കുട്ടികൾ എഴുന്നേറ്റ് നടക്കണം എന്ന് ആഗ്രഹമില്ല, അച്ഛനമ്മേ ഇല്ല. പക്ഷെ എഴുന്നേക്കാൻ ശ്രമിച്ചാൽ അവൻ ആദ്യം വേണ്ട വേണ്ട വേണ്ട, മോൻ വീണു പോട്ടോ. ഇതല്ലേ പറഞ്ഞത്? ഇതന്നെ വാൽമീകിയോട് പറയരുത് കാട്ടാള, നീ ചെയ്യരുത് എന്ന് പറഞ്ഞ അതിൽ നിന്ന് തുടങ്ങിയ ഇതൊക്കെ കുറെ കണക്റ്റഡ് ആണ് ഈ സാധനങ്ങളൊക്കെ. നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മളാക്കി കൊണ്ടുവച്ച കുറെ അരുതായ്മകളുണ്ട്. ഇതിനെ മനസ്സിലാക്കി പുറത്തു കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തിരിഞ്ഞു കിട്ടും. ആ തിരിഞ്ഞു കിട്ടിയാൽ എന്താ സംഭവിക്കുക? പിന്നെ നമുക്ക് എല്ലാവരും മനസ്സിലാക്കും. കാരണം നമ്മുടെ മുമ്പിൽ കാണുന്നവരല്ല ഇതുപോലെ ആണല്ലോ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരും. കാരണം നമ്മൾ ഓൾറെഡി ഇത് അനുഭവിച്ചു കഴിയുമ്പോൾ മുമ്പിലുള്ളവർ അവർ ഒരു വാക്ക് പറയുമ്പോഴാണ് ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ പറ്റിക്കാൻ താല്പര്യത്തോട് നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ ഒരു വാക്ക് പറഞ്ഞുതരാം. ഒരാൾ നിങ്ങളെ പറ്റിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നിന്ന് ഒരു സാധനം വരും. ഇയാൾ എന്നെ പറ്റിക്കാനല്ലേ പറയുന്നത്. അത് എപ്പോഴാണോ നിങ്ങൾക്ക് വന്നത്, ആ ഉറപ്പാണ് അയാൾ നിങ്ങളെ പറ്റിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ സാധനം പ്രാക്ടീസ് ചെയ്തെടുത്തോളൂ. എന്ന് വെച്ചാൽ എന്നെ പ്രാക്ടീസ് ചെയ്യണ്ട, ഞാൻ പറ്റിക്കാനായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ടെസ്റ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കേണ്ട. ഇല്ല, കിട്ടില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവനവനെ ഇതിലൂടെ തന്നെ. അപ്പൊ ഇതിന് എളുപ്പ വഴി എന്ന് പറയുന്നത്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വഴി എന്ന് വെച്ചാൽ, ബുക്ക് എടുക്കുക, ഒരു പേജ് എടുക്കുക, ലെഫ്റ്റും റൈറ്റും എഴുതുക, എന്റെ കഴിവുകൾ, എന്റെ കഴിവുകേടുകൾ. അടുത്ത പേജ് എടുക്കുക, ഏത് ഞാൻ മാറണം, ഏതിലോട്ട് മാറണം. ഇത്രയേ ഉള്ളൂ പ്രോസസ്. മാറി വരൊന്നുമില്ല. പിന്നെ എപ്പോഴും നമ്മൾ ഇതിനത്തിൽ മാത്രം ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ശ്രദ്ധിക്കുക. ലോകത്തിലെ സകല കാര്യങ്ങളും ശ്രദ്ധിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ പരിപാടി അല്ല. അതിനതിൻ്റെതായ കുറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ യുദ്ധവും പലസ്തീൻ യുദ്ധവും ഉക്രൈൻ യുദ്ധവും ഒക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ സാധാരണക്കാരൻ ഞാൻ ഇവിടെ നിന്നിട്ട് അഫർമേഷൻ പറഞ്ഞിട്ടോ പ്രാഗിയത് കൊണ്ടോ അത് നിൽക്കാൻ പോണില്ല. അതിനെ അവര് തന്നെ തീരുമാനിക്കണം. അത്രമാത്രം ലളിതമായി വിശ്വസിച്ചാൽ മതി. അല്ലെ? കേരളത്തിൽ ഏതോ ഒരു ആള് സമാധി ചെയ്തു, നമ്മൾ മുഴുവൻ കോടിക്കണക്കിന് അതിന്റെ പുറകെ പോയതുകൊണ്ട് അയാളെ സമാധി ഇല്ലാതാകുന്നില്ല, അയാളെ സമാധിയാക്കിയതും ഇല്ലാതാകുന്നില്ല. നമുക്കിവിടെ നമ്മുടെ സമാധാനത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അയാളെ സമാധി കൊണ്ട് നമ്മുടെ സമാധാനം ഇല്ലാതാക്കാതെ നമ്മുടെ സമാധാനത്തെ പറ്റി ചിന്തിച്ചു നോക്കും. അപ്പൊ വീട്ടിലുള്ള ഒരു സാധനത്തിന് ഇങ്ങനെ ഓഫാക്കും, വെറുതെ ഇരിക്കാൻ തോന്നും. ആഹാ ഇത്രയേ ഉള്ളൂ. അവിടേക്ക് പോകുമ്പോഴാണ് ആത്മജ്ഞാനം എന്ന് പറയുന്ന സാധനം വരുന്നത്. അത് നടക്കും. ഓക്കെ, ഇത് കൊല്ല പ്രോസസ്സാണ്, എളുപ്പത്തിൽ പറഞ്ഞു തീരുന്നതല്ല. രണ്ടാമത്തെ ചോദ്യം, സ്നേഹ പൂജാരി, പേജ് നമ്പർ 174, കർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് കർമ്മത്തെ കുറിച്ച് അറിയണം. ഒന്നുമില്ല, ഡു യുവർ വർക്ക്, ഗെറ്റ് യുവർ ബെനിഫിറ്റ്. അത്ര മാത്രമാണ് കർമ്മത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഫോം. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തെ ചെയ്യുക,
അതിന്റെ ഫലം നേടുക. അത് എങ്ങനെ വേണം വ്യാഖ്യാനിക്കാം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള വേർഡ് ഇത്രയേ ഉള്ളൂ. അവനവന്റെ ഭഗവാൻ പറഞ്ഞ പോലെ തന്നെയാണ് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, ഫലം മറ്റൊരു രൂപത്തിൽ ലഭിക്കുമെന്നോ എങ്ങനെ വേണമെങ്കിൽ എടുത്തോളൂ. പക്ഷെ കുറെ മതങ്ങള് അല്ലെങ്കിൽ മതസംഹിതകള് ഇതിനെ വ്യാഖ്യാനിച്ച് മറ്റു രൂപത്തിലൊക്കെ കൊണ്ടുപോയി മനുഷ്യനെ കർമ്മത്തിൽ മാത്രമാണ് ബന്ധിതനാണ് അവൻ എന്നൊക്കെ പറഞ്ഞ്, അല്ലെ കർമ്മത്തിൽ തന്നെ ബന്ധിതനാണ് കേട്ടോ. പക്ഷെ പറഞ്ഞു വരുമ്പോ ഇവിടെ ചെയ്യുന്ന കർമ്മമൊന്നുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നീ ശ്രീരാമകൃഷ്ണ എന്താ ദേവന്റെ പരമ്പരയിൽ ജനിച്ചപ്പോൾ അവിടെ ഒരു പയ്യൻ എന്ന് പറഞ്ഞ് അതിന് എങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം ഇപ്പൊ ചെയ്യുന്നൊന്നും അല്ല മിസ്റ്റേക്ക്, പണ്ടപ്പോഴോ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവന്റെ വീണ്ടും ദുരിതത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടുപോകുന്ന സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അതിനെ കുറ്റപ്പെടുത്തുന്നില്ല, അതും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ. ഡു യുവർ ഗുഡ് തിങ്സ്, യു വിൽ ഗെറ്റ് ഗുഡ്. വെൻ യു ഡു ഗുഡ് തിങ്സ് യു ഗെറ്റ് ഗുഡ്. നിങ്ങൾ നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും, മോശം ചെയ്താൽ മോശം ലഭിക്കും. അത് ചിന്തകളായാലും വാക്കുകളായാലും പ്രവൃത്തികളായാലും ഒന്ന് തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ചിന്തകളിൽ നിന്നാണ്. പ്രവൃത്തികൾ ചിലപ്പോൾ കുറവായിരിക്കും. നമ്മൾ ആദ്യം ചിന്തിക്കും, അല്ലെ, അപ്പുറത്തെ വീട്ടുകാരി നല്ലൊരു ചുരിദാർ ഇട്ട് നടന്നു പോയാൽ അടുത്ത തോട്ട് ഇവിടെ എവിടെ നീ സാധനം ഒപ്പിച്ചു. ഇത്രയുള്ളൂ, ചോദിക്കില്ല. അവിടെ കണ്ടപ്പോ അടിപൊളിയാണ് നിന്റെ ചുരിദാറിട്ട്, എന്ത് മനോഹരിയാണ് നീ എന്ന് പറയുമ്പോ അകത്ത് വരും എന്ന് തോന്നുന്നു. ഇതാണ് കർമ്മം. ഇത്രയും ലളിതമാണ് കർമ്മം. ഈ കർമ്മത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത്രയും ലളിതമാണ് സംഭവം. നമുക്ക് ആക്ച്വലി നമുക്ക് എന്താ വേണ്ടത്, അതുപോലെ നമുക്ക് നല്ല ചുരിദാർ വാങ്ങിക്കണം, ഇടണം എന്നുള്ള നമുക്ക് ചിന്തയുണ്ടെങ്കിലും പ്രകടിപ്പിക്കുന്ന മറ്റൊന്നാണ്, ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. അപ്പൊ ഇതാണ് അതിനകത്തുള്ള വലിയ വലുതായിട്ടൊന്നും ആലോചിക്കേണ്ട കർമ്മത്തെ പറ്റി. നല്ലത് ചെയ്യുക, നല്ലത് ലഭിക്കുക. പിന്നെ 6 വയസ്സിന് കുട്ടികൾക്ക് സാറിന്റെ ക്ലാസ് ഉണ്ട്. ദൈവമേ, ഞാൻ 6 വയസ്സിലേക്കും പോണോ? ക്ലാസ് ഉണ്ട്, 6 വയസ്സ് മുതലേ ഉണ്ടല്ലോ കേട്ടോ. സ്മോൾ വാരിയേഴ്സ് മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മൾ അറിയാതെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. അപ്പോൾ എന്റെ മകൻ മരിച്ചത് അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് സാർ. മരണത്തെ പറ്റിയൊക്കെ രമാദേവി എന്നോട് ചോദിച്ച് കൺഫ്യൂഷൻ ആക്കരുത്. ആർക്കാ മരിക്കുന്നത് അറിയാത്ത ആളും മരണത്തെ പറ്റി ചിന്തിക്കാത്ത ആൾക്കാർ ആരാ ഇവിടെ മരണത്തെ പറ്റി അറിയില്ല എന്ന് പറയുന്ന ഒരാളുണ്ടോ? മരണത്തെ പറ്റി അറിയാത്തവരാരുമില്ല, ചിന്തിക്കാത്തവരാരും ഉണ്ടാവില്ല. ഒരു മനുഷ്യ, ഒരു മൃഗം, ഒരു ജീവജാലവും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മരിച്ചോ എന്ന് ചോദിച്ചാൽ മരണം സ്വാഭാവികമായ പ്രക്രിയയല്ലേ? നിങ്ങളല്ലേ അതിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. മരിച്ച ആള് കഴിഞ്ഞു, ഇപ്പൊ അവരെ പറ്റി പിടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളല്ലേ. ഇതൊക്കെ കുറേ കാര്യങ്ങൾ അറിയണേ. കോസ് ആൻഡ് എഫക്ട് തിയറി, അല്ലെങ്കിൽ കർമ്മ സിദ്ധാന്തവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയണേ. അത് കുറേ വലിയ സബ്ജക്റ്റ് ആവാം. ഞാനിപ്പോ ഇവിടെ ഒന്നും പറഞ്ഞാൽ എവിടെ എത്തൂല. സിമ്പിളായിട്ട് പറഞ്ഞു, ജനിച്ചാൽ ഒരു നാൾ മരിക്കും. അത് ശരീരമാണ് മരിക്കുന്നത്. ആത്മാവിന് മരണമില്ല. ആ ആത്മാവിനെ നിങ്ങൾ പിടിച്ചു വെക്കാനും പാടില്ല. അത് പോകേണ്ടതാണ് അവിടെ നിന്ന്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 16 ദിവസം കർമ്മം 41 ദിവസം കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിടുതൽ കൊടുക്കുന്നത്. പിന്നെ അതിനെ വിടുകയാണ് നമ്മൾ. നമ്മളാണ് പിടിച്ചു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ രമാദേവിമ ഒറ്റ കാര്യം ചോദിച്ചോളാം. ഇത് കൂടുതൽ പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ സങ്കടം എനിക്കറിയാം, മകനാണ്. യഥാർത്ഥത്തിൽ ഒറ്റ കാര്യമുള്ളൂ. നമ്മളെ സ്പിരിച്വാലിറ്റിയിൽ ആത്മീയതയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മകനാവാൻ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് എന്താണ്? നിങ്ങൾ പ്രസവിച്ചു എന്ന കാര്യമുള്ളൂ. ജനിച്ചത് അവനാണ്. അമ്മ ആരാണെന്ന് ചൂസ് ചെയ്തത് ആളാണ്. ആരുടെ അച്ഛനിൽ നിന്നും, ഏത് അച്ഛനിൽ നിന്നും, ഏത് അമ്മയിൽ ഞാൻ ജനിക്കണം എന്ന് ചൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സ്പിരിറ്റിനാണ് ഉണ്ടായത്. ഒറിജിനൽ സ്പിരിറ്റ്, ആത്മാവിന്. അല്ലാതെ നമ്മളല്ല അതിന്റെ ഉത്തരം. അത് കുറെ പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിലേക്ക് വിടുക. മരണം ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എന്റെ അമ്മയും എന്റെ അച്ഛനും എല്ലാവരും മരിച്ചിട്ടുണ്ട്. ആരും മരിക്കാതെ വിടില്ല. ചിലയാൾ നേരത്തെ മരിക്കും, ചിലയാൾ വൈകി മരിക്കും, ചിലയാൾ കുറെ ദുരിതങ്ങൾ അനുഭവിച്ച് മരിക്കും, ചിലയാള് നല്ല സുഖമായി മരിക്കും. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതെല്ലാവരും ചിന്തിക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയിച്ചു. സംഭവിച്ചു, എന്ത് ചെയ്യാൻ, സംഭവിക്കുക തന്നെയാണ്. അതിനൊരു റെമഡി ഒന്നും നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഉള്ളതാണ്. അതുകൊണ്ട് അതിനെ വിട്ടേക്കുക, അതേ ഉള്ളൂ. നല്ല ഓർമ്മയിലൂടെ നിൽക്കുക, മരിച്ചുപോയ ആൾക്ക് സുഹൃതം നൽകുക.
ദ ഫോർ നോബിൾ ട്രൂത്ത് ഒന്നുകൂടി പറയാം. ഇറ്റ്സ് ഫോർ നോബിൾ ട്രൂത്തിനെ പറ്റി ഞാൻ എന്താ പറയാത്ത, കൂടുതൽ ക്ലാസ്സുകൾ ഒന്നും പറയാറില്ല അതിനെ പറ്റി. കാരണം അതെപ്പോഴും ഇടയ്ക്ക് വെച്ചത് വിസ്മരിച്ചു പോയ സാധനമാണ്. നിങ്ങളിപ്പോ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു. ക്ലാസ് ഇങ്ങനെ ജേർണി ടു ഹാപ്പിനെസ് ഇങ്ങനെ പോയി വന്നപ്പോ ആ സാധനം വിസ്മരിച്ചു പോയി. വെരി ഗുഡ് രേണു ദേവിമ. നമുക്ക് നിങ്ങൾ പറഞ്ഞു നോബിൾ ട്രൂത്തിനെ പറ്റി ഒരുപാട് അഷ്ടാംഗ മാർഗങ്ങൾ എന്നാണ് അതിന്റെ ശരിയായ ഇത്. അതിനെ ഒന്നുകൂടി ഞാൻ ക്രോഡീകരിച്ചാണ്. കാരണം നമുക്ക് 4 മതി എന്ന രീതിയിലേക്ക് എടുത്തതാണ്. ബാക്കിയാകുമ്പോൾ കുറച്ചും കൂടി ഹയർ ലെവലിലാണ് ഈ അഷ്ടാംഗ മാർഗങ്ങൾ ആവശ്യം. അതിനെപ്പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ദിവസം നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ തെറ്റാണോ? എത്ര ശരികൾ നമ്മൾ പറയുന്നുണ്ട്, എത്ര തെറ്റുകൾ പറയും? അറിയില്ലല്ലേ? ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒറ്റ ലളിതമായിട്ട് ചോദിക്കാം. രാവിലെ ഒരാൾ വിളിച്ചിട്ട്, എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം മാത്രം ചോദിക്കാം. ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്നു, എനിക്ക് അത്യാവശ്യമായിട്ട് 1000 രൂപ തരൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള മറുപടി സത്യമായിരിക്കും അസത്യമായിരിക്കും? സത്യമായ മറുപടി പറയോ, അസത്യമായ മറുപടി പറയോ? ഇത് ഈ അഷ്ടാംഗ മാർഗങ്ങളില് എന്തുകൊണ്ടാണ് ബുദ്ധൻ പ്രാക്ടീസ് ചെയ്തപ്പോ, ബുദ്ധൻ അത് കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അതിനുശേഷമാണ് ശരിക്കും ഭാരതം ക്ഷയിക്കാൻ തുടങ്ങിയത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പറഞ്ഞതെന്തോ അത് പ്രവർത്തിച്ചതെന്തോ. അഹിംസ പാടില്ല എന്ന് പറഞ്ഞ എല്ലാവരും പരസ്പരം കൊല്ലൽ നിർത്തി. പക്ഷെ യഥാർത്ഥത്തിൽ അഹിംസ പാടില്ല എന്ന് പറയുന്നത് കർമ്മത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാനല്ല പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്ന കുറച്ചു വിഷയം വന്നു. ഒരാൾ ചെയ്യുന്ന ഡ്യൂട്ടിയും അയാൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും രണ്ടും രണ്ടായിരിക്കുമ്പോൾ ഈ വിഷയങ്ങൾ വരില്ല. ഇപ്പോ ഞാൻ ചോദിച്ച ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം ചെയ്യാം. ഒരാള് 1000 രൂപ കടം ചോദിക്കുകയാണ്. അയാൾ തിരിച്ചു തരാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അയാൾ 1000 തരാ എന്റെ ഇല്ല എന്ന് പറയോ, അല്ല ഞാൻ തരില്ലെന്ന് പറയും? ഇവിടെയാണ് ഏറ്റവും പ്രാധാന്യം ഇരിക്കുന്നത്. എത്ര പേർക്ക് പറയാൻ പറ്റും പൈസ ഞാൻ തരില്ല കേട്ടോ എന്ന്? യഥാർത്ഥത്തിൽ അയാൾ തിരിച്ചു തന്നിട്ടില്ല. നിങ്ങൾ കൊടുത്ത ഒന്നും തിരിച്ചു തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുമോ തരില്ലെന്ന് പറയാൻ? ഇവിടെയാണ്. അപ്പോ നമ്മളുടെ സംസാരം ശരിയാണോ തെറ്റല്ലേ നമ്മൾ പറഞ്ഞത്? നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും തെറ്റായി നമ്മൾ പറഞ്ഞു. ആ ഹേർട്ടിങ് ആരാണ് അനുഭവിക്കുന്നത്? അവൻ മനസ്സിലാക്കി ഇവന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സിലാക്കി എന്ന് കരുതിക്കോ. നമ്മുടെ മനസ്സ് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ അവനോട് കള് പറഞ്ഞു, അല്ലേ? ഇതല്ലേ സംഭവിക്കുക. ഇനി രണ്ടാമത്തതാണ് പറഞ്ഞത്, തരില്ല കേട്ടോ നിനക്ക് ഞാൻ, കാരണം നീ പൈസ എനിക്ക് തിരിച്ചു തന്നില്ല. അവിടെ നമ്മുടെ മനസ്സ് ശുദ്ധമായി. കാരണം നമ്മൾ അവന് കൊടുക്കാത്തതിന് കാരണം അവൻ നമുക്ക് തിരിച്ചു തരാത്താണ്. പക്ഷെ അവന്റെ മനസ്സിൽ ഇത് എങ്ങനെ തോന്നി? ഞാൻ ചോദിച്ചിട്ട് അവൾ തന്നില്ല, പണ്ടും എനിക്ക് തന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ, എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ, എന്നാലും അവനങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് അവൻ കുഴിയിലോട്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മളോ റെഡിയാന്ന് പറഞ്ഞു. ഇതിൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോ? എല്ലാവരും ആദ്യം പറയും ഇപ്പൊ ആളെ നോക്കി സംസാരിക്കല്ല, വളരെ റെയറായിരിക്കും. ഇല്ല ഇതൊക്കെ ഇപ്പൊ പറയും, കൊടുക്കില്ല, ഇപ്പൊ നിങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ പറയും. ഇവിടെ നിന്നിട്ട് പറയും. ഇതൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ സാറെ കാണുമ്പോ തന്നെ പറയും, സാറ് ഇങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയും. ഇല്ല ഇപ്പൊ ബിജുയോട് വിളിച്ചിട്ട് ഞാൻ ഒരാളെ കൊണ്ട് വിളിപ്പിച്ച് പൈസ വെച്ചാൽ ബിജു പറയും, അയ്യോ എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറയും, അല്ലേ? അപ്പോ ഇതാണ് നമ്മൾ തമ്മിൽ മനസ്സിലാക്കേണ്ടത്. അഷ്ടാംഗ മാർഗങ്ങളിലെ നോബിൾ ട്രൂത്തിലെ പ്രധാനമായും നമ്മൾ ശരിയായി സംസാരിക്കുക, ശരിയായി ചിന്തിക്കുക, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്താണെന്നറിയോ, ഇപ്പൊ രണ്ടാമതാണ് അവരോട് പറഞ്ഞെങ്കിൽ നിനക്ക് തരില്ല കേട്ടോ, നീ തിരിച്ചു തന്നില്ല എന്നെങ്കിൽ ആ ബന്ധം അവിടെ തീരും. അതുകൊണ്ട് എന്താ ഗുണം എന്നറിയോ? പിന്നെ ഈ ഒരു വിളിയും പ്രതീക്ഷിക്കണ്ടല്ലോ. പോയതല്ലേ പോകുള്ളൂ, വീണ്ടും പോവില്ലല്ലോ. ഞാൻ സക്സസ് ആയ സ്റ്റോറി ആയിട്ട് അത് പറയാം. ഞാൻ സക്സസ് ആ കാര്യത്തിലാണ്. ഞാൻ വെട്ടി തുറന്നു പറയും.
തരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ തരില്ല. ഓക്കെ, നിനക്ക് കുറച്ച് അത്യാവശ്യമുണ്ടോ, 1000 2000 തന്നേക്കാം. ഇന്നലെ ഇതേ സംഭവിച്ചു, പറയല്ലേ, ഇന്നലെ സംഭവിച്ചു. എന്റെ ഒരാള് നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദിനേശേട്ടാ അത്യാവശ്യമാണ്, ഒരു ലോൺ അടക്കാനുണ്ട്, എനിക്ക് ഈ 3 പ്രാവശ്യമായിട്ട് എനിക്ക് തരാനുണ്ട്, അത്യാവശ്യമുണ്ട്, ഒരു 10,000 രൂപ ഒന്ന് അർജന്റ് അയച്ചു തരണമെന്ന് പറഞ്ഞു. അവനോ തരാലോ, സന്തോഷം, പക്ഷെ ഞാൻ നിനക്ക് 10,000 രൂപ തരില്ല മോനെ, ഞാൻ നിനക്ക് 2,000 രൂപ അയച്ചു തരാം, ബാക്കി നീ അറേഞ്ച് ചെയ്തോ എന്ന്. അപ്പൊ അത് അല്ല, നിങ്ങൾ സഹായിച്ചേ പറ്റുമോ, കാശുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ. നമ്മുടെ കാശുണ്ട്, പക്ഷെ വെറുതെ കൊടുക്കാനുള്ളതല്ല, നീ 2000-ൽ തൽക്കാലം സമാധാനപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തു. 2000 അയച്ചു കൊടുത്തു, ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് തിരിച്ചു വേണ്ട, അവൻ എന്ത് വേണം വിചാരിച്ചോട്ടെ. അവൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൊടുത്തു. അവൻ എവിടെയും പോയി പറയാൻ പറ്റില്ല, 2000 തന്നിട്ടില്ല, തന്നു, എനിക്ക് വേണ്ട, തിരിച്ചു തരണ്ട. പിന്നെ ഞാൻ തിരിച്ചു തരുന്ന പ്രതീക്ഷയിൽ നിൽക്കണ്ടല്ലോ. പിന്നെ അവനെ കാണുമ്പോൾ നീ എപ്പോ തിരിച്ചു തരുന്നു ചോദിക്കില്ല, അവൻ എന്നെ കാണുമ്പോൾ ഒളിച്ചു ഓടാൻ നിൽക്കില്ല, അവന്റെ മുമ്പിൽ വരികയും ചെയ്യും. സന്തോഷം. ഇങ്ങനെ പറ്റുള്ളൂ. ഇത് കഴിയാത്തത് വലിയ വിഷയമാണ്. ആളെ നോക്കി സംസാരിക്കാൻ സമയം കിട്ടില്ല പ്രതീക്ഷ. അവിടെ നമ്മുടെ ഏതൊരാളെ ഒരുപോലെ കാണുള്ളൂ. ആളെ നോക്കി ശരിയാണ്. ഓക്കെ, അടുത്ത സർ സൗണ്ട് ഇല്ല. ഞാൻ മ്യൂട്ട് ചെയ്തത്. നോബൽ ട്രൂത്ത് ഇതാണ്: അതൃപ്തിയുടെ സത്യം, അതൃപ്തിക്ക് കാരണമായ സത്യം, അതൃപ്തിയുടെ വിരാമത്തിന്റെ സത്യം, അതൃപ്തിയുടെ വിരാമത്തിലേക്ക് നയിക്കുന്ന വഴിയുടെ സത്യം. ഇതാണ് നോബൽ ട്രൂത്ത്. ഇത് കൂടുതൽ എന്താന്ന് വെച്ചാല്, എന്തിനാ അവിടെ അൺമ്യൂട്ട് ചെയ്യുന്ന സുധാകുമാരി? ഇത് അഷ്ടാംഗമാർഗം, അദ്ദേഹം പറഞ്ഞേ, ഇതിനകത്ത് നമുക്ക് എന്തുകൊണ്ടാണ് അതൃപ്തി ഉണ്ടാവുന്നത്, അതിനൊരു കാരണമില്ലേ. വൈ ആർ എന്താ നമ്മള് ദുഃഖമുണ്ടാവാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന കാരണത്തിലാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. അത് അതൃപ്തിയുടെ സത്യമാണ്. പിന്നെ അതൃപ്തിയുടെ, അതായത് രണ്ടാമത് അതൃപ്തിയുടെ കാരണം അത് കണ്ടെത്തുക. അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൃപ്തി ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതൃപ്തി ഒഴിവാക്കാനുള്ള, അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അതൃപ്തി ഇല്ലാതാക്കാനുള്ള ഒരു സത്യം ഉണ്ടാകും. ഇന്നത് ചെയ്താൽ അതൃപ്തി ഉണ്ടാകും. ഇനി അതിലേക്ക് നയിക്കുന്ന വഴിയുടെ സത്യം. ഇത് കുറച്ചും കൂടി റൈറ്റ് വ്യൂ അതിനകത്ത് പോകുന്നതാണ്. റൈറ്റ് വ്യൂ, റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് സ്പീച്ച്, ബാക്കി പറയുന്നില്ലേ, 4 ഉണ്ടല്ലോ. ട്രൂത്ത് ആലോചിക്കുക, അത് സത്യമാണോ, അത് എനിക്ക് ഗുണകരമാണോ, അത് പ്രചോദനമേകുന്നതാണോ, അത് നെസസറി ആണോ, അത് ദയാപൂർണമാണോ, കൈൻഡ് ആണോ എന്നുള്ള വിശകലനം നടത്തുക. തിങ്ക് എപ്പോഴും പറയുന്ന കാര്യം, ഇസ് ഇറ്റ് ട്രൂ, ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ, ഇസ് ഇറ്റ് ഇൻസ്പയറിംഗ്, ഇസ് ഇറ്റ് നെസസറി, ഇസ് ഇറ്റ് കൈൻഡ്. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് സപ്പോർട്ടീവ് ആയിരിക്കണം, പ്രൊമോട്ടീവ് ആയിരിക്കണം, എത്തിക്കൽ ആയിരിക്കണം, അനലിറ്റിക്കൽ ആയിരിക്കണം, നോളജബിൾ ആയിരിക്കണം. ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ശരിയായ സംസാരമാകും. ശരിയായ സംസാരത്തിൽ നമ്മളെപ്പോഴും സപ്പോർട്ടീവ് ആവുന്ന രീതിയിലായിരിക്കണം. നമ്മൾ സപ്പോർട്ടീവ്, നമുക്കേ സപ്പോർട്ടീവ് ഇല്ല നമ്മൾ സംസാരിക്കുമ്പോൾ, പിന്നല്ല മറ്റുള്ളവർ സപ്പോർട്ട്. അപ്പോ നമുക്ക് സപ്പോർട്ടീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ആർക്കും സപ്പോർട്ടീവ് ആയിരിക്കണം. ഓരോ സ്പീക്കും, അതാണ് സ്പീക്ക് എന്ന് പറയുന്നത്. പ്രൊമോട്ടീവ് ആയിരിക്കണം, ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം, ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ എത്തിക്കൽ ആയിരിക്കണം, അനലൈസ്ഡ് ആയിരിക്കണം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പറ്റണം. നോളജ്, വിജ്ഞാനത്തോടുകൂടി സംസാരിക്കാൻ പറ്റണം. അപ്പോൾ നല്ല സംസാരമായി മാറും. അല്ലെ? ഇതൊന്നും പ്രാക്ടീസ് ചെയ്ത് എടുത്താൽ മതി, ആർക്കും പറ്റുന്നതാണ്. ഓക്കെ, അതിൽ കൂടുതൽ സമയം ഡിഗ് ചെയ്യുന്നില്ല. ഗോൾ സെറ്റിംഗിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കും? ഗോൾ സെറ്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ, അവിടെ പറയാമല്ലോ അത്. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ യെസ്, റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ ആയിട്ട് അല്ലെ സുധാമൻ? ഗോൾ സെറ്റിംഗിൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാകുന്നല്ലോ, ഗോൾ സെറ്റിംഗ് ക്ലാസ്സിലുണ്ടല്ലോ. അവിടെ അതിനെപ്പറ്റി നമുക്ക് പറയാം. വേറെന്താ, അടുത്തെന്താ? ഞാനേത് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. സാർ, ഹലോ നസീം. സാർ, ഞാൻ കുറെ നേരമായി മ്യൂട്ട് ചെയ്യാൻ നോക്കുന്നു. പിന്നെ സാർ, ഞാനിപ്പോ ജേണി ടു ഹാപ്പിനെസ്സിന് കയറിയിട്ടുള്ളൂ. ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിൽ എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് സാറ്, ഞാൻ യൂട്യൂബ് കേൾക്കാറുണ്ട്. എല്ലാം എൻ്റെ കാര്യങ്ങളല്ലാത്ത ഞാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് സക്സസ് ആവുന്നുണ്ട്. എൻ്റെതായ ഒരു കാര്യം എനിക്ക് സക്സസ് ആവണില്ല. അങ്ങനെ മാഡം എന്നോട് പറഞ്ഞതാണ് ഈ ജേണി ടു ഹാപ്പിനെസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കയറിയത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച കയറിയിട്ടുള്ളൂ. ഉദാഹരണം പറയാമോ? നിങ്ങളുടെ കാര്യം മാത്രം സക്സസ് ആകുന്നില്ല, ഒരു ഉദാഹരണം പറയാം.
ഈ ജോബിന്റെ കാര്യത്തില്. ജോബിന്റെ കാര്യത്തിൽ എന്ത് ജോലിയാണ് ആ, നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ടീച്ചിങ് ജോബ്. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞാനിപ്പോ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ PG ജോലി കഴിഞ്ഞ ആളാ. ജോലി കിട്ടാനാണ് ടിക്കറ്റ്. നിങ്ങൾ ശ്രമിക്കുന്നത് അല്ലെ? അതെ അതെ അതെ. ഓ വെരി ഗുഡ്. ബ്ലോക്ക് വരുന്നു. ഒരു ബ്ലോക്കും ഇല്ല നിങ്ങൾക്ക്. ആരാ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടെന്ന്? ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സാർ എല്ലാ കാര്യങ്ങളും ചെയ്യണതിൽ എനിക്ക് എന്റെ കാര്യം മാത്രമേ നടക്കത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സക്സസ് ആവുന്നുണ്ട്. മണി ആയാലും എല്ലാ കാര്യവും സക്സസ് ആവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സക്സസ് ആവാത്ത ജോബ് കിട്ടാത്തത് മാത്രല്ലേ, വിഷ്വലൈസേഷനും അല്ല. വിശ്വാസം ഞാൻ BEd പാസ്സായത് നിങ്ങൾ എന്നുള്ള ശരിക്കും ഒരു കേട്ടില്ല. ചിന്ത. നസീമ പറഞ്ഞത് ശരിക്കും കേട്ടില്ല. ഒന്നുകൂടി പറയോ നസീമ? കാര്യങ്ങൾ ഒന്നുകൂടി വിശ്വാസം, അത് കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയതാണ്. യെസ്, അതാ ഒരാള് ആരാണ് പറഞ്ഞത്? അവർ BEd കംപ്ലീറ്റ് ആക്കട്ടെ, അതിന് ശേഷമല്ലേ ഇത് പറ്റുള്ളൂ. നിങ്ങൾ കംപ്ലീറ്റ് ആക്കാതെയാണ് സെർച്ച് ചെയ്യുന്നത്. ഇത് എങ്ങനെ പോസിബിൾ ആവും? അല്ല സാർ, അത് മാത്രല്ല, ഞാൻ BEd ഇപ്പോഴല്ലേ എടുത്തത്. ഇതുവരെ ഏത് കോഴ്സ് മാത്രമല്ല, ഇതെല്ലാം ഇവിടുത്തെ സെയിം കോൺസെപ്റ്റാ പോയത്. നിങ്ങൾക്ക് ബാങ്ക് ജോലിയോ, അതിൽ നിങ്ങൾക്ക് ബാങ്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഈ ജോലിയോ, ഇത് മാം അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ആദ്യം നമ്മൾ റെഡി ആവണം, തയ്യാറാവണം, എങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഞാൻ എല്ലാവരും പറയും, നിങ്ങൾക്ക് പണം വേണോ? ആദ്യം വാങ്ങിക്കേണ്ട സാധനം എന്താണ്? കാശ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവേണ്ട സാധനത്തിന്റെ പേര് പറയാമോ? പൈസ വേണം. എനർജി പേഴ്സൺ വേണ്ടേ? വേണം വേണ്ടേ? ബാങ്ക് അക്കൗണ്ട് വേണോ വേണ്ടേ? ഇതില്ലാത്തവൻ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് എവിടേക്കാ വരണേ? ഇത് ഇങ്ങനെ കിടക്കും, പിന്നെ കയ്യിൽ കിടക്കും. ഇതേപോലെ ആദ്യം അതൊന്ന് റെഡിയാക്കി എടുക്കുക. അതിലേക്കാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? അതിനപ്പുറത്തുള്ള സ്ഥാനത്താ. ഇത് കിട്ടാതെ അത് കിട്ടില്ല. കാരണം പാത്രം തയ്യാറാക്കി വെക്കാത്തിടത്തോളം കാലം അവിടെ പാലോ വെള്ളമോ ഒഴിക്കാൻ പറ്റില്ല. അതെ സാർ, ഒന്നും കൂടി ഞാൻ പറയാം. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു ഓൺലൈൻ ടീച്ചിങ് ജോബ് ചെയ്തു. അതും എനിക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും എല്ലാം സക്സസ് ആയി. ഞാൻ എന്റെ ഡെമോ ക്ലാസ് എല്ലാം എടുത്തു കൊടുത്തു. അന്ന് എന്റെ മാഡം എന്ത് ചെയ്തു, അവര് റിസൈൻ ചെയ്തപ്പോ വേറെ മാഡത്തിന് ആക്കി തന്നപ്പോ എനിക്കുള്ള സ്ലോട്ട്, എനിക്ക് മാത്രമുള്ള സ്ലോട്ട് അതിൽ വന്നില്ല. ബാക്കിയുള്ളവരൊക്കെ അതിൽ പോയി. അപ്പോഴും ഞാൻ അവിടെ നിരാശയായി. അവിടെ എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴും ആ ഓൺലൈൻ ടീച്ചിങ്ങിലും എനിക്ക് കിട്ടിയില്ല. അപ്പൊ അവിടെ എനിക്ക് ബ്ലോക്ക് വന്നു. ഞാൻ അവിടെയും ബ്ലോക്ക് അല്ല വന്നത്, നിങ്ങൾക്ക് സിറ്റുവേഷന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. ബ്ലോക്ക് തന്നെയാണ്. നോക്കൂ, ഞാനൊരു കാര്യം പറയാം, എളുപ്പത്തിൽ പോവാം. നസീമ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. ഇത് ശരിക്കും പഠിപ്പിച്ചെടുക്കാം ഞാൻ. നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ വിഷയം. നിങ്ങൾ ഈ വെള്ളം ഒലിച്ചു പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ സാധാരണ കുട്ടിക്കാലത്ത്, മഴ വന്നിട്ടാകുമ്പോ ഒരു സ്ഥലത്ത് കുറച്ച് മണ്ണ് കൂടുതൽ കിടക്കുന്നിടക്കും വെള്ളം അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യും? അവിടെ നിൽക്കും അല്ലെ? ഒലിച്ചു പോകുന്ന വെള്ളം ഒരു തടസ്സം വന്ന് അവിടെ നിൽക്കുമല്ലോ. പിന്നെ ആ വെള്ളം അവിടെ നിന്ന് കരയോ? എനിക്ക് ബ്ലോക്കാണ്, ഈ വഴിയെ പോകാൻ പറ്റില്ലെന്ന് പറയോ? വെള്ളം വേറെ വഴിക്ക് ഒലിച്ചു പോകുമോ? വെള്ളം അവിടെ നിൽക്കും, തടസ്സായിട്ട്. ആ, ഇവിടെയാണ് വിഷയം. ബാക്കിയുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, വെള്ളം അവിടെ നിൽക്കുവോ വേറെ വഴി തേടുവോ? വെള്ളം വേറെ വഴി ഉണ്ടാക്കി പോകും. ആ വഴി കണ്ടെത്തുന്നതാണ് നമ്മൾ മിടുക്ക്. അവിടെ ബ്ലോക്ക് കഴിഞ്ഞു, അവിടെ നിർത്തിക്കോ. ഓക്കെ, ഈ വഴി വേണ്ട, മറ്റൊരു വഴി. ഇത് നമ്മൾ തീരുമാനിച്ചേക്കണം. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ എത്ര പേര് ക്ലാസ്സിൽ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒറ്റ ഇന്റിമസി ആയ ഒരാൾ പിടിച്ചു, ഇവരെന്തായാലും എന്റെ ക്ലാസ് നടക്കുള്ളൂ വിചാരിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഇത് തന്നെ സ്വാഭാവികല്ലേ എല്ലായിടത്തും. സി നസീമ, ഇതെന്താന്ന് വെച്ചാല്, ഓക്കെ, ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. നസീമയുടെ ആദ്യത്തെ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഫൈൻഡ് യുവർ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളെ സാധ്യതകളിലേക്ക് നോക്കുക. എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം എല്ലാവർക്കും കിട്ടില്ല. ഓരോ ആൾക്കും ഓരോ രീതികളുണ്ട്. ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത്. നിങ്ങളൊരു ടീച്ചർ ആയാലും നിങ്ങൾ പഠിപ്പിക്കുന്ന പോലെ മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ കഴിവായിരിക്കും. അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ടീച്ചർ ആവണോ? നിങ്ങൾ ടീച്ചറിന്റെ പാഷൻ ഡെവലപ്പ് ചെയ്ത് അതിൽ തന്നെ ഡിഗ്രി. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലോകത്തിൽ സക്സസ് ആയ എല്ലാവർക്കും ഒരു സീക്രട്ട് മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ?
സക്സസ് ആയ ഒറ്റ സീക്രട്ട് മാത്രമേ ഉള്ളൂ. ആർക്കും പറയാൻ പറ്റുമോ? ദ ഫണ്ടമെന്റൽ സീക്രട്ട് ഓഫ് സക്സസ്. ഹാർഡ് വർക്ക്. സ്മാർട്ട് വർക്കാണ്. ശ്രമമാണ്. ശ്രമം. അതിനു വേണ്ടിയുള്ള ശ്രമം. അതിനു വേണ്ടിയുള്ള ശ്രമം തന്നെ പറയാം. കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ. അതിൽ തന്നെ നിൽക്കുക. സ്റ്റീവ് ജോബിനെ ആദ്യം ആപ്പിൾ പുറത്താക്കിയപ്പോ സ്റ്റീവ് ജോബ് കംപ്ലീറ്റ് വിട്ടിട്ട് അമേരിക്ക വിട്ടു പോയിരുന്നെങ്കിൽ സ്റ്റീവ് ജോബ് പിന്നെ ആപ്പിളിന്റെ സിഇഒ ആവില്ല. പരിപാടി പുള്ളി അതേപോലെ തന്നെ ശ്രമിച്ചത് കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ. അതുണ്ടോ? നമ്മൾ മറ്റുള്ളവർ എന്നെ തള്ളി എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും എന്റെ പാഷനെ ഒരാൾക്കും തകർക്കാൻ പറ്റില്ല. അത് പറ്റുകയില്ല. ഡു ദ സെയിം തിങ്, യു വിൽ ബി സക്സസ് ഇൻ എ ഡേ. പക്ഷെ അത് വേറെ വിഷയം എന്താണെന്നറിയോ? ഇങ്ങനെ ശ്രമിച്ചിട്ട് സക്സസ് ആകുമ്പോൾ ഒരു ഹ്യൂജ് സക്സസ് ആയി പിടിച്ചാൽ നിൽക്കാത്ത സക്സസ് ആ സംഭവിക്കുക. കാരണം എത്ര സമയം നമ്മൾ തീയിൽ ഇട്ട് പഴുപ്പിച്ചുവോ അത്രയും ലളിതമാണ് അതിനെ പാകപ്പെടുത്തിയെടുക്കാൻ. തത്വം അറിയാവല്ലോ. അതായത് ഒരു കൊല്ലന്റെ ആലയിൽ ഒരു ഇരുമ്പ് കണ്ട് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് എത്ര സമയം കൂടുതൽ ചൂടാക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ അതിനെ വളച്ചെടുക്കാം. അപ്പോൾ അവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യില്ല. നിങ്ങൾ ബാങ്ക് ആണോ ചെയ്യുന്നത്? ഒരു എക്സാമോ 2 എക്സാമോ 3 എക്സാമോ നിങ്ങളുടെ വിഷയമല്ല. നിങ്ങൾ പോകുന്നത് എല്ലാ എക്സാമും ഞാൻ തൂക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. നിങ്ങൾ ഒറ്റ കാര്യം ഈ ബാങ്ക് ജോലി എന്റേതാണ്, പിന്നെ ഇത് എക്സാം എന്തിരിക്കുന്നു എന്ന് ചിന്തയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ തന്നെ പാസ്സാവും. നിങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാല് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്, വർക്ക് ചെയ്യില്ല. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി എക്സാം എഴുതുന്നത്, പിന്നെ നിങ്ങൾക്ക് കിട്ടാനൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അതിന്റെ ആൻസർ എവിടെത്തുള്ളൂ. നിങ്ങൾ ആ ജോലിയിൽ ഓൾറെഡി ആയി കഴിഞ്ഞു. ഇത് രണ്ടും ആവുമ്പോൾ ഈ ബ്ലോക്കേജുകളൊക്കെ വരും. ഇത് നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ട്, നല്ല ഹെവി ബ്ലോക്കേജ് ഉണ്ട്. അത് മൈൻഡിലാണ്. നിങ്ങളുടെ മൈൻഡിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. ഇത് മാറ്റിയാൽ മാത്രം മതി. ജേർണി ടു ഹാപ്പിനെസ് ഇപ്പൊ എവിടെ വരെ നോക്കി? 3 ക്ലാസ്. എന്ത് എത്തി 3 ക്ലാസ്സിൽ? അല്ല, ഞാൻ അവിടെ കഴിഞ്ഞ ആഴ്ച കയറിയിട്ടുള്ളൂ ജേർണി ടു ഹാപ്പിനെസ്സില്. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ട് അപ്പൊ കഴിഞ്ഞ ശനി കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ വന്നത്. കഴിഞ്ഞ ഒരാഴ്ച അല്ലേ? അതെ. ഞാൻ മാഡത്തിനോട് ചോദിച്ചതാണ് എന്താ ഞാൻ ചെയ്യണ്ട, ഒരു പ്രോബ്ലം പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം. ജേർണി ടു ഹാപ്പിനെസ് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇത് ശ്രദ്ധിക്കണം. നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ് അടങ്ങാത്ത ആവേശം. വാക്കിന്റെ പേരാണ് അടങ്ങാത്ത ആവേശം. ഉറങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു എന്റെ ഒരു വിഷയമുണ്ട്. എനിക്കൊരു പുസ്തകമോ എനിക്കൊരു കോൺസെപ്റ്റോ എന്റെ മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. അതിന്റെ പുറകെ അങ്ങ് പൊക്കൊണ്ടേയിരിക്കും. ഉറക്കോ അല്ലെങ്കിൽ വൈഫ് ചോദിച്ചു വെള്ളം വേണോന്ന് ചോദിച്ചാൽ ഞാൻ കേൾക്കില്ല ചിലപ്പോൾ. ഇതിന്റെ പിറകെ തന്നെയാണ്. ആ ആവേശത്തിൽ അങ്ങനെ നിൽക്കും. ഈ ആവേശം നമുക്ക് എപ്പോഴാണുള്ളത് അത് മാത്രമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജേർണി ടു ഹാപ്പിനെസ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബേണിംഗ് ഡിസയർ അത് തന്നെ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയൊന്നും വേണ്ട. ഞാൻ എല്ലാവരും നിഷ്കർഷിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സേ കാണാവുന്നു. പക്ഷെ ഇവിടെ ചില കുട്ടികളുണ്ട് സ്മാർട്ട് എന്ന് പറയേണ്ടി വരും. ഞാൻ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് തീർത്തിട്ട് പറയും, സാറേ ഇനി അടുത്തത് എന്താ? ഇത് കഴിഞ്ഞു. എത്ര 30 ദിവസം 35 ദിവസം പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് സംഭവം ഫുള്ള് തീർത്ത് കഴിഞ്ഞു. വീണ്ടും പോകും. എന്നിട്ട് പിന്നെ കഴിഞ്ഞ് വീണ്ടും പോകും. 5 വർഷം റിവേഴ്സ് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. ഈ പുസ്തകം 3-ാമത്തെ തവണ വായിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് പറയാണ്, അയ്യോ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചപ്പോ ഇതല്ലല്ലോ മനസ്സിലായത്, ഇപ്രാവശ്യം ഇതാണ്. ഇത് നമുക്ക് വ്യത്യസ്തമായി കാണുന്ന നമ്മളുടെ അന്വേഷണമാണ്, വേറെ ആരുടെ അല്ല, നമ്മുടെ അന്വേഷണമാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു നോക്കിയാൽ ഇതെല്ലാം വർക്ക് ചെയ്യും. ഞാൻ ഇതേപോലെ നസീമെ can you stay with me in 1 year time? You can become a good teacher. ഇപ്പൊ ബാങ്കിൽ എവിടെയാ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ഞാനൊരു HDFC ലൈഫില് വെറുതെ ഞാൻ പോക്കില്ലേ, ഞാൻ നിർത്തി. അതൊക്കെ ഞാൻ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊന്ന് വെറുതെ പോയിരുന്നു, എന്തെങ്കിലും ഇൻകം കിട്ടണ്ടെന്ന് വെച്ചു. അപ്പൊ അതും നിർത്തി. എനിക്കിപ്പം അതുകൊണ്ട് ഞാൻ B.Edലേക്ക് വന്നു. പിന്നെ ഇവിടെ പഠിക്കാനുള്ള കാരണം ഞാൻ പിന്നെ അവിടെ ഒഴിവാക്കി.
എനിക്കൊരു ഇൻകം കിട്ടണില്ല. ഞാനൊരു ട്യൂഷൻ എടുത്താലും എനിക്ക് ആൾക്കാർ പറയും, നമ്മളെ ഇതൊക്കെ കണ്ടാ പറയും അതിനിപ്പോ കാശൊന്നും ആവശ്യമില്ലല്ലോ പറയും. ഞാൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ അബാക്കസ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് എല്ലാം ഉണ്ടാക്കി കൊടുത്തു. ഓരോ കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടിയത് ആരും എനിക്ക് ഇൻകം ഇങ്ങോട്ട് തരില്ല, ഒന്നും തരില്ല. അപ്പൊ പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കുന്ന കാര്യങ്ങളിൽ ഒഴിവാക്കിയിട്ടാണ് ഓൺലൈനിൽ എടുത്തത്. പുറത്തുനിന്ന് ആൾക്കാരെ കിട്ടുമല്ലോ കരുതിയിട്ട്. അവിടെയും അങ്ങനെ ഫെയിലായി പോയി. ഫെയിലായി എന്നല്ല, അവർ മാം അങ്ങനെ പോയ കാരണം ഞാൻ അവിടെയും പരാജയപ്പെട്ടു. ഇപ്പൊ അവര് കുറച്ച് കഴിയട്ടെ ഇനി സ്കൂൾ തുറന്നിട്ടേ കുട്ടികളെ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറയലുള്ളൂ. ഓക്കെ. കാരണം ഇതൊന്നും കുറെ കാര്യങ്ങൾ മൈൻഡ് സെറ്റ് മാറ്റാനുണ്ട് മാം. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ ഓക്കെ സാർ. ഒറ്റയടിക്ക് പറയാൻ പറ്റും. താങ്ക് യു. കാരണം പറഞ്ഞാൽ ഓക്കെ സാർ, താങ്ക് കേട്ടില്ല സാറ് കേട്ടോ. ശരിയാക്കാം. ഓക്കെ ഏതായാലും താങ്ക് ഉണ്ടല്ലോ, ജേണി ആപ്പിൾസ് ഉണ്ട്, നമുക്ക് ശരിയാക്കാം കേട്ടോ. ഓക്കെ താങ്ക് യു സാർ. ലൈഫ് ടൈം സ്റ്റേ ചെയ്യുന്ന ഡിസിഷൻ എന്താണ് ദേവി ചോദിച്ച ചോദ്യം? ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവോ? ലൈഫ് ടൈം സാർ അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ലൈഫ് ടൈം ഫുൾ സ്റ്റേ ചെയ്യാൻ തന്നെ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. സാറിന്റെ ഓരോ ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യണം. എനിക്ക് എന്നിലാണ് മാറ്റം വരുത്തേണ്ടത്. അത് എത്ര ശതമാനമാണെന്നുള്ളത് എനിക്ക് ഇപ്പൊ അറിയില്ല. ഞാൻ അവയർനെസ് എനിക്കില്ല. എനിക്ക് ഓരോ ക്ലാസ്സിലൂടെയും ഓരോ വാക്കുകളിലൂടെയും ഞാൻ എൻ്റെ മാറ്റം നന്നായിട്ട് വരുത്തി എനിക്ക് അച്ചീവ് ചെയ്യേണ്ട മാക്സിമം ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. അതെന്റെ ഒരു ടാസ്ക് ആണ്. സാർ ഇപ്പൊ പറയുന്നത് പോലെ മറ്റുള്ളവർക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ രീതിയിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കണം എനിക്ക്. അതാണ് എൻ്റെ ഒരു ഡിസിഷൻ. തീർച്ചയായും 26th ജനുവരി ഞാൻ ഇങ്ങനെ വിഷ്വലൈസേഷൻ മോഡിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു മിറാക്കിൾ ഡേ ആയിരിക്കും എന്റേത്. തിരുവനന്തപുരത്ത്. താങ്ക് യു, വെൽക്കം. വിൽ സീ ദാറ്റ്. തിരുവനന്തപുരത്ത് വരുമ്പോൾ ബുക്ക് തരും, ബുക്ക് ഉണ്ടാവും, ബുക്ക് മേടിച്ചു. മാം കുട്ടികളെ വെച്ച് അല്ല. ഓക്കെ. ഞാൻ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇൻകം അല്ലെങ്കിൽ നിങ്ങളുടെ ടാലന്റ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ സാധ്യതകളുണ്ട്. ടാലന്റ് ഉള്ള ആൾക്കാർ. ഞാൻ ഒരു ദിവസം ഈ സ്നേഹലതയോട് പറഞ്ഞു വലിയ ടാലന്റാന്ന് പറഞ്ഞപ്പോ ഒരു വീഡിയോ എടുത്തിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് മുങ്ങല ഓർമ്മയുണ്ടല്ലോ. അതിനുശേഷം ആ മൊബൈൽ ഫോൺ ഇന്നേ വരെ ഓൺ ആയിട്ടേ ഇല്ല. എന്താ പറയാ, വലിയ ടാലന്റാണ് ആൾക്കാരല്ലേ, പക്ഷെ നമ്മൾ അതിനകത്ത് പുറത്ത് കിടക്കൂല. സാർ നമസ്കാരം സാർ. നമസ്കാരം സാർ. എന്റെ പല ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ സത്യം പറഞ്ഞ സാറ് ആ ഒരു നമ്മുടെ ഫ്രീ ക്ലാസ് അല്ലെങ്കിൽ ലൈവ് ക്ലാസ് അതിലൂടെ എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അത് ആ ചോദ്യത്തിനുള്ള ഉത്തരവാണോ അടുത്ത സാറിലേക്ക് എത്താനുള്ള ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതാണ് ഡൗട്ട്. രണ്ടാമത്തതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക. എന്നാലും അടുത്ത ഫീസിങ് വരും. ഞാൻ ഇന്നലെ സാർക്ക് മെസ്സേജ് അയക്കണമെന്ന് തീരുമാനിച്ചു. മെസ്സേജ് അയക്കാൻ എല്ലാം എടുത്തു. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് എന്റെ മനസ്സിലുള്ളത് പറയാൻ പറ്റില്ല. അനുഭവങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് സത്യം പറഞ്ഞ ക്ലാസ്സിലൂടെ. അപ്പൊ അത് കാരണം എനിക്ക് പലതും പബ്ലിക്കിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ഇത് വരുന്നുണ്ട്, കിട്ടുന്നില്ല. എല്ലാ കാര്യങ്ങളും മാക്സിമം ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതിനെ കുറിച്ചിട്ടായിരിക്കും സാറ് എടുക്കുന്നത്. വീണ്ടും അത് എനിക്ക് സംശയത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് ക്ലാരിറ്റി ആവുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ഇൻട്രസ്റ്റ്. ഇന്ന് കാലത്ത് ഞാൻ പ്രസി മാമുമായിട്ട് ഇത് വരുന്നു, സാറിനെ ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാൻ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താണ് മാഡം എന്ന് പറഞ്ഞ് പ്രസി മാമിന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അപ്പൊ മാം പറഞ്ഞു, അപ്പൊ 26-ാം തീയതി എനിക്ക് എന്തായാലും തിരുവനന്തപുരം വരാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് മധുരയിൽ ഒരു പ്രോഗ്രാം ഉണ്ട് സാർ. ഷീമോൾ മാഡം പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്, അത് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇനി സാറിനെ ഇവിടെയാണ് ഡയറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം എന്ന് ചിന്തിച്ചതായിരുന്നു കോഴിക്കോട് പ്രോഗ്രാം മിസ്സായപ്പോ. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു പ്രോഗ്രാമും എനിക്ക് ഇതാക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും സാറുടെ അടുത്ത് ഞാൻ എത്തുന്നുള്ളൊരു ചിന്തയുണ്ട് സാർ. പ്രതീക്ഷയുണ്ട് സാർ, ഉറപ്പായിട്ടും. കാരണം പല കാര്യങ്ങളും ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അത് സാറ് ക്ലാസ്സിലൂടെ ആണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു മെസ്സേജിലൂടെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു മറുപടി നൽകുന്നതിലൂടെ ആണെങ്കിലും ശരി, അത് കറക്റ്റ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. അപ്പൊ ആ അന്വേഷണമാണ് നിങ്ങളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത്.
അത് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. പക്ഷെ എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് വരിക. Yes, തീർച്ചയായിട്ടും സാർ. പക്ഷെ എനിക്ക് പല ടാർഗറ്റുകളും സാറിന്റെ ഇതിൽ വെച്ചിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബിസിനസ് അല്ലെങ്കിലും പലതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഞാൻ എന്തുകൊണ്ട് അതിന് ട്രൈ ചെയ്യുന്നില്ല? എന്റെ ഭർത്താവ് തന്നെ പറയുന്നത് എനിക്ക് അതിലൂടെയാണ് കിട്ടിയതെങ്കിൽ, സുരേഷ് സാർ പറയാം അതിലൂടെയാണ് കിട്ടിയതെങ്കിൽ പിന്നെ ഇനി വീണ്ടും എന്തുകൊണ്ട് അതിന് ചെയ്തൂടാ? പക്ഷെ അത് എനിക്ക് മനസ്സിൽ തോന്നണ്ടേ സാർ, അത് ഇല്ല, ചെയ്യണം. ആ ചോദ്യത്തിന് ഉത്തരം വലിയ വിപുലമാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം അറിയുന്ന ഭഗവാൻ എന്തുകൊണ്ട് മഹാഭാരത യുദ്ധം നടത്തി? ഭഗവാൻ എല്ലാം അറിയില്ലേ? Yes. എങ്കിൽ യുദ്ധം വേണ്ട എന്ന് പറയായിരുന്നില്ലേ? നിങ്ങൾ പറയണ്ട. ഭഗവാനെ യുധിഷ്ഠിരനും കൗരവരും എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചിരുന്നു, വിഷയമൊന്നുമില്ല. പക്ഷെ കുറച്ച് അഹങ്കാരം മാത്രം കടന്ന് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അവര് ഇഷ്ടപ്പെടാത്ത ആളൊന്നുമല്ല. എന്നിട്ട് ഭഗവാൻ പറഞ്ഞിട്ട് പോലും ദുര്യോധൻ കേൾക്കാതിരിക്കുകയും, എന്നാൽ ദുര്യോധന്റെ മനസ്സ് മാറ്റം, എന്നാൽ അന്ന് ഇതേപോലെ മനസ്സ് മാറ്റം ഈ ഗീതോപദേശം അർജുന് കൊടുത്ത് ദുര്യോധന് കൊടുത്താൽ മതിയായിരുന്നില്ലേ? ഈ പ്രശ്നം തീരുന്നില്ലേ? അത് കൊടുത്തില്ലല്ലോ അല്ലെ? അവിടെ കിടന്നിട്ട് എന്താ മാമന് ദുര്യോധന നിന്നോട് 2 കാര്യം പറയാണ്ട് യഥാഹി ധർമ്മസ്യ എന്ന് പറഞ്ഞിട്ട് നാല് പറഞ്ഞു കൊടുത്ത ഈ പ്രശ്നങ്ങളേ ഉണ്ടായില്ലേ? ഈ ലോകത്ത് ഒരു വിഷയം ഉണ്ടാവില്ല, ഇത്ര ആൾക്കാർ മരിക്കില്ലായിരുന്നു. ഇതൊക്കെ എന്താണെന്നറിയോ? ഈ ലോകത്തിന് സിസ്റ്റം ഉണ്ട്, ഒരു നീതിയുണ്ട്. നമ്മളെല്ലാം അതിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട, ഞാൻ എപ്പോഴും പറയാം, ട്രാക്ക് തെറ്റിപ്പോവാതെ സൂക്ഷിക്കണം. എല്ലാത്തിനും ഒരു ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പറ്റിപ്പോകുന്ന, നമ്മൾ ട്രാക്കിൽ തെറ്റിപ്പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോകുന്നത്. നമ്മൾക്ക് ഉണ്ടാക്കിയ ട്രാക്കിനകത്ത് എല്ലാം ഉണ്ടാവും. ആ റോഡിൽ കുഴികളും എല്ലാം ഉണ്ടാവും. നല്ല വണ്ടി ഇങ്ങനെ സ്മൂത്തായി പോയിക്കുമ്പോ ഒരു കുഴി വീഴുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ആ കുഴി വീണില്ലെങ്കിലോ അങ്ങ് കിടന്നുറങ്ങും അല്ലേ? നല്ല റോട്ടിലെ പോകുമ്പോ എല്ലാരും കയറി കിടന്നുറങ്ങും. മോശമായ റോട്ടിൽ പോകുമ്പോ ആൾക്കാർ ഉറങ്ങുമോ? വണ്ടി കയറിയിട്ട് ഉറങ്ങില്ല, ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ ഇത് വ്യത്യസ്തമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയാവും എന്ന് പ്രതീക്ഷയൊന്നും ജീവിതത്തിൽ വേണ്ട. അങ്ങനെ പ്രതീക്ഷിക്കുന്നല്ല. അപ്പൊ ആ സംഭവങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലാണ് ഏറ്റവും വലിയ മിടുക്ക്. ഓക്കെ, സമയം കഴിഞ്ഞു. താങ്ക് യു ഓൾ വെരി മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കോഴിക്കോട് തിരുവനന്തപുരത്തേക്ക് വരുന്നവരെല്ലാം ലേറ്റ് ആക്കണ്ട ആരും. ഓക്കെ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ശരി, താങ്ക് യു. താങ്ക് യു സാർ.